ഇസ്രായേൽ ജനത്തിൻ്റെ ബാബേൽ പ്രവാസം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ കോവിഡുമായി ബന്ധപ്പെടുത്തി 2 മെസ്സേജുകൾ പറഞ്ഞു. ഒന്ന് ലോക്ക് ഡൗൺ, യെശയ്യാവ് 26:20. 2 മുന്നറിയിപ്പുകൾ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അതിൽ ലോക്ക്ഡൗൺ പറഞ്ഞ സമയത്ത് ഞാൻ ബാബേൽ പ്രവാസത്തിൻ്റെ ചില ഏടുകൾ പെട്ടെന്ന് ഒന്ന് പറഞ്ഞിരുന്നു. 1-ാമത്തെ രാജാവാണ് ശൗൽ. 18-ലധികം ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ് ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ഒരു രാജാവിനെ വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരേക്കാൾ തോൾ മുതൽ പൊക്കമുള്ള ശൗലിനെ തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുത്തു. തെറ്റിപ്പോയി, അനുതപിച്ചു. ദാവീദ് രംഗപ്രവേശനം ചെയ്യുന്നു, ശലോമോൻ രംഗപ്രവേശനം ചെയ്യുന്നു. രാജ്യം 2ആയി വിഭാഗിക്കപ്പെടുന്നു. രഹബയാം, യൊരെബയാം എന്ന പേരിൽ 2 രാജാക്കന്മാർ രംഗപ്രവേശനം ചെയ്യുന്നു. വടക്കേ ദേശമെന്നും തെക്കേ ദേശമെന്നും യഹൂദ എന്നും ഇസ്രായേൽ എന്നും അവർ പിൽക്കാലത്ത് അറിയപ്പെട്ടു. 204 വർഷവും 318 വർഷവും 2 ഭാഗത്തുമായി ഈ 2 രാജ്യങ്ങൾ ഭരണം നടത്തി. 19 രാജാക്കന്മാർ വീതം 2 സ്ഥലത്തും ഭരിച്ചു. അങ്ങനെ 19 38 ശൗൽ, ദാവീദ്, ശലോമോൻ 41 രാജാക്കന്മാർ 411 വർഷം ഇസ്രായേലിനെ ഭരിച്ചു. ആ ഇസ്രായേൽ നടത്തിയ ഭരണകാലഘട്ടത്തിൽ 25,000 ശബ്ബത്ത് ദിവസങ്ങളുണ്ടായിരുന്നു, ശനിയാഴ്ചകൾ ഉണ്ടായിരുന്നു. അതിൽ 2-3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ മാത്രമാണ് ശബ്ബത്തുകൾ ആചരിക്കപ്പെട്ടത്. അത് 2000-ആണ്. 23,000 ശബ്ബത്തുകൾ അവർ ആചരിച്ചില്ല, യഹോവയ്ക്ക് കടം പറഞ്ഞു. യഹോയാക്കിൻ, സിദക്കിയാവ് 3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ 3023, 845, 732 പേരെ, 4600 പേരെ ബാബേലിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ആ 4600 പേരിൽ മിടുമിടുക്കന്മാരായ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അതാണ് നെഹമ്യാവും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും, ഇങ്ങനെ തുടങ്ങിയ കുറേ ആളുകൾ. അതിലൊരാളാണ് ദാനിയേൽ. ഈ പിടിച്ചോണ്ടുപോയ ആളുകളിൽ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അർത്ഥകശിഷ്ട രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാവ്. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. രാജ്യത്തെ 2-മനായിരുന്നു ദാനിയേൽ. വലിയ പ്രശ്നമൊന്നും പുള്ളിക്കാരന് പേഴ്സണലി ഇല്ല. പക്ഷേ അവരാത്മീകരായിരുന്നു. അതുകൊണ്ട് അവരുടെ കാര്യം സുരക്ഷിതത്വമായി എന്നുള്ളതിൽ അവർ ആത്മസംതൃപ്തി അടഞ്ഞില്ല. മറിച്ച് ഇസ്രായേലിൻ്റെ മതിലുകൾ ഇടിഞ്ഞും ആലയം തീവച്ച് കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഇരുന്ന് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച മനുഷ്യനാണ് നെഹമ്യാവ്. തങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട രാജ്യത്ത് നിയമസംഹിതകൾ വന്നപ്പോൾ, രേഖ എഴുതിയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ പ്രാർത്ഥനാമുറിയിലേക്ക് ഓടിച്ചെന്ന് പ്രാർത്ഥിച്ച ഭക്തനായ ഭക്തശിരോമണിയാണ് ദാനിയേൽ. ഈ ദാനിയേൽ എവിടെ ശുഭപ്പെട്ടിരുന്നു? ഉത്കൃഷ്ടമാനസനായിരുന്നു. സ്വന്തം നാട്ടിലല്ല, സ്വന്തം രാജ്യത്തല്ല. അധികാരമില്ലാത്ത, അഭിഷേകമില്ലാത്ത, സ്വാതന്ത്ര്യം ഇല്ലാത്ത, ന്യായപ്രമാണം വായിക്കുവാൻ ആളില്ലാത്ത, വ്യാഖ്യാനിക്കുവാൻ ശാസ്ത്രിയില്ലാത്ത മറ്റൊരു രാജ്യത്ത് അടിമകളായി പിടിച്ചുകൊണ്ടുപോയ ആ രാജ്യത്ത് യഹോവയെ അറിയാത്ത ദാര്യാവേശിൻ്റെയും ദൈവം പിന്നീട് തെരഞ്ഞെടുത്ത കോരശിൻ്റെയും ഭരണകാലഘട്ടത്തിൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നു. എങ്ങനെ? 2 വർഷമായി ആരാധനാലയങ്ങൾ തുറക്കപ്പെട്ടിട്ടില്ല, അടയപ്പെട്ട് തന്നെ കിടക്കുകയാണ്. വലത്തുവശത്ത് 1000 വീണ് കഴിഞ്ഞു, ഇടത്തുവശം 10,000 വീണ് കഴിഞ്ഞു. ആരോ പറയുന്നത് കേട്ടത് ശരിയെങ്കിൽ ഇന്ത്യയിൽ 2000-ലധികം ശുശ്രൂഷകന്മാർ, പാസ്റ്റർമാർ കോവിഡ് കാലഘട്ടത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞു.
എണ്ണിക്കൂടാത്ത ആളുകൾ 2 കൊല്ലത്തിനിടയിൽ മരണപ്പെട്ടു കഴിഞ്ഞു. കോടികളിൽ നിന്ന് കോടികളിലേക്ക് വൈറസ് ബാധിതരുടെ എണ്ണം കടന്നാക്രമിച്ച് കുതിച്ചു കയറുന്നു. ലക്ഷങ്ങളിൽ നിന്ന് ലക്ഷങ്ങളിലേക്ക് മരണസംഖ്യയും കുതിച്ചുയരുന്നു. പക്ഷേ ഇന്ന് പകലും ഇത്രയും പ്രിയപ്പെട്ടവർ ഇവിടെ ഉത്കൃഷ്ടമാനസരായിരിക്കുന്നു, ശുഭതയോടിരിക്കുന്നു. ഒരു കുറ്റങ്ങളും ഒരു കുറവുകളും ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഒരു സങ്കടങ്ങളുമില്ലാതെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? ആ കാരണത്തിലേക്കാണ് ഇന്ന് പകൽ വിരൽ ചൂണ്ടപ്പെടുന്നത്. ഏത് പ്രതിസന്ധികൾ ലോകത്തിലുണ്ടായാലും ആ പ്രതിസന്ധികൾക്ക് നടുവിലും ദാനിയേലിനെ പോലെയുള്ളവർക്ക് ശുഭപ്പെട്ടിരിക്കുവാൻ കഴിയും. അങ്ങനെ ശുഭപ്പെട്ടിരിക്കുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാൻ 3 കാരണങ്ങൾ ഞാൻ കണ്ടെത്തുകയാണ്. ആ 3 കാരണങ്ങൾ റെക്കോർഡിക്കൽ അല്ല, പ്രാക്ടിക്കലാണ്. വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ലേഖനങ്ങൾ അങ്ങനെ പറയുന്നു. ഇതൊന്നും ഞാൻ പറയുന്നില്ല, മറിച്ച് ദാനിയേലിന്റെ ജീവിതം എന്ത് പറയുന്നു അതാണ് പ്രാക്ടിക്കൽ ലൈഫ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉത്കൃഷ്ടമാനസരായിരിക്കുവാൻ, എന്നും എല്ലായ്പ്പോഴും എല്ലാ കാലത്തും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുവാൻ ദാനിയേലിൻ്റെ ജീവിതത്തിലുണ്ടായ 3 സ്വഭാവ ഗുണങ്ങൾ പകർത്താമെങ്കിൽ നമുക്കും ശുഭപ്പെട്ടിരിക്കാം. ഏതാണ് ആ 3 ഗുണങ്ങൾ? 1, 2, 3. 1, അവൻ പ്രമാണം ഉള്ളവൻ ആയിരുന്നു. എന്താണ്? പ്രമാണമുള്ളവനായിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കാം. ദാനിയേൽ പ്രവചനം. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് അപ്പം മനസ്സിലായല്ലോ, തനിക്ക് അശുദ്ധി ഭാവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. ഓക്കെ, ഇനി 2-ാമത്തെ പോയിന്റ്. ദാനിയേൽ വിശ്വസ്തനായിരുന്നു. 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. ദാനിയേൽ വിശ്വസ്തനായിരുന്നു. 6:4. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഒരു പോയിന്റും കൂടെ, അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രം. ദാനിയേലിൻ്റെ ജീവിതത്തിലെ 3 സ്വഭാവങ്ങൾ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട 3 സ്വഭാവ ഗുണങ്ങൾ. 1, ദാനിയേൽ പ്രമാണം ഉള്ളവനായിരുന്നു. 2, ദാനിയേൽ വിശ്വസ്തൻ ആയിരുന്നു. 3, ദാനിയേൽ പ്രാർത്ഥിക്കുന്നവൻ ആയിരുന്നു. അല്ല, ഈ 3 ഗുണങ്ങൾ നമുക്കില്ലേ? ഉണ്ട്. നമ്മൾ പ്രമാണമുള്ളവരല്ലേ? അതെ, വേദവസം കൊണ്ടുവന്നിട്ടില്ലേ എല്ലാവരും? ഉണ്ട്. അപ്പോൾ പ്രമാണമുള്ളവരാണല്ലോ. 2, വിശ്വസ്തരല്ലേ? വിശ്വസ്തരല്ലേ? ഏറെക്കുറെയൊക്കെ വിശ്വസ്തരല്ലേ? ഈ മാസ്ക് ഇട്ടത് കൊണ്ട് ചിരിക്കുകയാണോ, എനിക്കെതിരെ പല്ല് ഇറുമുകയാണോ എന്നൊന്നും അറിയാൻ മേല. ഊരണമൊന്നുമില്ല, നിങ്ങളതന്നെ ഇട്ടോ, കുഴപ്പമില്ല, സർക്കാരിൻ്റെ നിയമമല്ലേ, അവിടെ കിടക്കട്ടെ. പ്രാർത്ഥിക്കുന്നവരല്ലേ? അതെ, നമ്മൾ അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ വന്നിരിക്കുന്നു. അപ്പം നമ്മുടെ കയ്യിൽ പ്രമാണമുണ്ട്. നമ്മൾ ഒരു പരിധിവരെയൊക്കെ വിശ്വസ്തരാണ്, എല്ലാറ്റിലും അല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാലും
ചില മേഖലകളിൽ ഉത്കൃഷ്ടമാനസരല്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് ആ 3 പോയിന്റുകൾ ഒന്നുകൂടെ പരിഷ്കരിച്ചു പറയാൻ പോവുകയാണ്. നമ്മളും പ്രമാണമുള്ളവരാണ്, ദാനിയേലും പ്രമാണമുള്ള. പക്ഷെ ദാനിയേലിൻ്റെ പ്രമാണം ഉള്ളിൽ ആയിരുന്നു, ഹൃദയത്തിൽ ആയിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എങ്ങനെ എഴുതണം? ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരിക്കുവാൻ ഒന്നാമത്തെ കാരണം ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നു. അതാണ്. കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ പ്രമാണം എവിടാണ്? കയ്യിൽ, കക്ഷത്തിൽ, കവറിൽ, ഷോക്കേസിൽ, മേശപ്പുറത്ത്, ഇങ്ങനെയൊക്കെയാണ്. ദാനിയേലിൻ്റെ പ്രമാണം എവിടാണ്? ഹൃദയത്തിൽ. രാജാവ് നൽകുന്ന രാജകീയമായ ഭോജനം കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. അതാണ്. ഹൃദയത്തിൽ പ്രമാണമുള്ളവരും കയ്യിൽ പ്രമാണമുള്ളവരും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ പഠിക്കണം. നമ്മുടെ എല്ലാം കയ്യിലാണ് പ്രമാണം. രക്ഷിക്കപ്പെട്ടവർക്കൊരു ഗുണമുണ്ട്. പെന്തക്കോസ്ത് സമൂഹത്തിനൊരു ഗുണമുണ്ട്. എന്താണ് ആ ഗുണം? എന്ത് ചെയ്താൽ ഈ പുസ്തകം താഴെ വെക്കില്ല. അതാണ് നമ്മുടെ ഗുണം. എവിടെ പോയാലും ഈ പുസ്തകം നമ്മൾ ചുമ്മിക്കൊണ്ടേ നടക്കത്തുള്ളൂ. അതൊരു ഗുണമാണ്. ഇനി നമ്മുടെ ആളുകൾക്കൊരു ദോഷമുണ്ട്. അതെന്താണ്? എന്ത് ചെയ്താൽ ഇത് വായിക്കുകയില്ല. അതാണ് എൻ്റെ ദോഷം. ഇത് വായിക്കുകയില്ല. വീട്ടിൽ ആകെപ്പാടെ വായിക്കാത്ത ഒരേ ഒരു പുസ്തകം ബൈബിളായിരിക്കും. ഇനി ഇത് നമ്മൾ വായിക്കുന്ന എപ്പോഴാണെന്ന് അറിയാമല്ലോ അല്ലേ? മരിച്ചു കിടക്കുമ്പോഴാണ്. മരിച്ചു കിടക്കുമ്പോഴാണ് വേദപുസ്തകം ഭംഗിയായിട്ട് വായിക്കുന്നത്. അത് ആ മനുഷ്യൻ കേൾക്കാനല്ല. കാരണം ആ മനുഷ്യൻ്റെ കാലും കെട്ടി കയ്യും കെട്ടി കേൾക്കാതിരിക്കാൻ ചെവിയിൽ പഞ്ഞിയും തിരികെ വെച്ച് കാണാതിരിക്കാൻ കണ്ണുമടച്ച് വാ തുറക്കാതിരിക്കാൻ വട്ടക്കെട്ടും കെട്ടിവെച്ചാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ കേൾക്കാനല്ല, ഉറപ്പാണ്. ഇനി ബന്ധുക്കൾ കേൾക്കാനാണോ? അല്ല. അവർ ഇടുക്കി അമ്മായി വരുമ്പം കറിയണം, കുവൈറ്റിൽ നിന്ന് കൊച്ചപ്പം വരുമ്പോൾ കറിയണം. അപ്പോൾ അവർക്ക് എവിടെ അത് കേൾക്കാൻ നേരം? അവർ കേൾക്കാനല്ല. ചെല്ലുന്നവർ കേൾക്കാനാണോ? അല്ല. അവർ ചെല്ലുമ്പോൾ ചോദിക്കും എപ്പോഴാണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചത്, എപ്പോഴാണ് എടുക്കുന്നത്, വരാനുണ്ടോ ആരെങ്കിലും? അവർ കേൾക്കാനാണോ? അല്ല. വായിക്കുന്നവൻ കേൾക്കാനാണോ? അവൻ ആദ്യമായിട്ട് വായിക്കുക, അവനോലും അറിയത്തില്ല എന്തോ വായിക്കും. പിന്നെ അത് ആർക്ക് വേണ്ടിയാണ് വായിക്കുന്നത്? ആർക്കും അറിയത്തില്ല ഇതുവരെ. ഈ മരണ വീട്ടിൽ ഇത് വായിക്കുന്നത് എന്തിനാണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. ഈ പുസ്തകം ആർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ ഒരു പദമാണ്, വാക്യമാണ്. ഇത് പൂജിക്കുവാനുള്ള വിഗ്രഹമല്ല, പ്രയോഗിക്കുവാനുള്ള ആയുധമാണ്. ഇത് മരണസമയത്ത് ഇങ്ങനെ 90-ാം സംഖ്യത്തിനും വായിച്ചുകൊണ്ടിരിക്കാനുള്ള പുസ്തകമൊന്നുമല്ല. ഇത് ആ സമയത്ത് ശവമെടുക്കാനുള്ള പുസ്തകമൊന്നുമല്ല. ഇത് അക്ഷയ ഖനിയാണ്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. ഈ പുസ്തകത്തിൽ നമുക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്. ഇത് വെച്ചോണ്ടാണ് നമ്മൾ പലപ്പോഴും സങ്കടപ്പെട്ടും പ്രയാസപ്പെട്ടും ഭാരപ്പെട്ടും നടക്കുന്നത്. ഉപമാനം. സ്വർണപാത്രം കൊണ്ട് തെണ്ടി നടക്കുന്ന ഒരാളോട് ഉപമിക്കാം ഈ പുസ്തകം കൊണ്ട് ഇതുവരെ പ്രശ്നപരിഹാരം കാണാതെ നടക്കുന്നവരെ. സ്വർണപാത്രം കൊണ്ട് പിച്ച തെണ്ടരുത്. സകല സങ്കടങ്ങൾക്കും കടങ്ങൾക്കും ആ പാത്രം പരിഹാരമാണ്. ഇതുപോലെ ഈ പുസ്തകം എല്ലാറ്റിനും പരിഹാരമാണ്. ഇതിനകത്ത് അന്വേഷിക്കാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് മനസ്സിലാക്കണം, ദാനിയേലിന്റെ പ്രമാണം അവന്റെ ഹൃദയത്തിനകത്തായിരുന്നു. നിങ്ങളാര് പ്രാർത്ഥിക്കും, ദൈവമേ മരിക്കുന്നതിന് മുൻപ് ഈ പുസ്തകം ഒരു 10 പ്രാവശ്യമെങ്കിലും വായിക്കാൻ കൃപ ചെയ്യണമേ? ആര് പ്രാർത്ഥിക്കും? 77 പ്രാവശ്യം വേദപുസ്തകം വായിച്ച ദൈവദാസനാണ് VT ജോസഫ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണെന്നറിയില്ല. 75 പ്രാവശ്യം ബൈബിൾ വായിച്ച മാന്നാർ സഭയിലെ ഒരു അച്ചായൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം 76-ാമത്തെ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വയസ്സെത്രയാണ് അത്രയും പ്രാവശ്യം ബൈബിൾ വായിക്കണമെന്നാണ്. പക്ഷെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോഴാണ് യേശുവിനെ കണ്ടെത്തിയത്. അതുകൊണ്ട്
അത്രയും പറ്റത്തില്ലെങ്കിലും ഒരു 10 പ്രാവശ്യമെങ്കിലും വായിക്കാൻ കിട്ടിയാൽ അതൊരു ഭാഗ്യമാണ്. അപ്പം ഈ പുസ്തകം, ഇതിലെ പ്രമാണങ്ങൾ എവിടെയാണ് കൊണ്ടു നടക്കേണ്ടത്? ഹൃദയത്തിൽ. ഹൃദയത്തിൽ ഹൃദയത്തിൽ ചില ആളുകൾ പറയുന്നത് കേൾക്കാം, എൻ്റെ പുസ്തകത്തിൽ ആ വാക്യം ഉണ്ടായിരുന്നു, ഈ പുസ്തകത്തിൽ നോക്കിയിട്ട് കാണുന്നില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ചില വാക്യങ്ങളൊക്കെ നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എൻ്റെ അപ്പൻ്റെ പെങ്ങൾ ആണ് വിശ്വാസത്തിലേക്ക് ആദ്യം വന്നത്. വായിക്കാനൊന്നും അറിയത്തില്ല, പക്ഷേ എത്ര വാക്യങ്ങൾ പറയുമെന്നറിയാമോ? ആ സഭയിൽ ശുശ്രൂഷയ്ക്ക് വന്ന മുഴുവൻ ദൈവദാസന്മാരുടെ പേരും ഊരും എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നവർ. പണ്ടുകാലത്ത് പെന്തക്കോസ്തിൽ വന്ന പല ആളുകൾക്കും വായിക്കാൻ അറിയത്തില്ല, പക്ഷേ എത്ര വാക്യങ്ങൾ അവർ പറയുമെന്നറിയാമോ? ഇത് കൊണ്ട് നടക്കുന്നൊരു വലിയ അഭിമാനമായിട്ട് നമ്മൾ കരുതണം. ഇത് ചുമക്കുന്നവനെ ഇത് ചുമക്കും, അതൊരു സത്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, പണ്ട് ഞാൻ എവിടെയോ പ്രസംഗിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ട്. ഇടുക്കി ഭാഗത്താണെന്ന് തോന്നുന്നു. ഒരു സ്ഥലത്ത് ചെന്നപ്പം ആരാധനയ്ക്ക് വരുന്നവരെല്ലാം സൈഡിലുള്ള ഒരു അലമാരുടെ പുറത്തിരിക്കുന്ന ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് ഇരിക്കുന്നു. ഞാൻ അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ഇതെന്നാ ഈ ആളുകളെല്ലാം ബൈബിൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നേ? ഈ പാസ്റ്റർ പറഞ്ഞു, പണ്ട് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് പാസ്റ്ററെ. ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സഹോദരി രക്ഷിക്കപ്പെട്ടു. ആ സഹോദരി ആരാധനയ്ക്ക് വരുമ്പോൾ കവലയിലുള്ളവർ കളിയാക്കാൻ തുടങ്ങി. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ഈ ബൈബിൾ എടുത്ത് ഇങ്ങനെ നെഞ്ചത്ത് പിടിച്ച് അഭിമാനത്തോടെ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. കണ്ടവർ അദ്ദേഹത്തിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇടാ, നിൻ്റെ ഭാര്യ ആരാധനയ്ക്ക് പോകുന്ന പോട്ടെ, ആ ബൈബിളും പൊക്കി പിടിച്ചുകൊണ്ടുള്ള പോക്ക് നീ ഒന്ന് പറഞ്ഞ് തിരുത്തണം. അയാൾ പറഞ്ഞു, എടി, നീ ബൈബിളെങ്കിലും ഒന്ന് ആരും കാണാതെ കൊണ്ടുപോകും, എന്നെ എങ്ങനെ നാണം കിടത്താതെ, ഖുർആൻ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാതെ. അപ്പോൾ പാസ്റ്ററോട് സഹോദരി ചെന്ന് സങ്കടം പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ഒരു സഭായോഗത്തിൽ ബൈബിൾ പരസ്യമായിട്ട് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ട് ഇതുപോലെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ കൊണ്ടു നടക്കണ്ട, അതാ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് പൊക്കോ, വരുമ്പം എടുത്ത് വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. ചുമ്മാ അബദ്ധത്തിൽ പറഞ്ഞതാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി ദൂത എല്ലാവരും ഏറ്റെടുത്തു. ഇപ്പം നല്ലൊരു ശതമാനം ആളുകളുടെ ബൈബിൾ ഇരിക്കുന്ന സഭാഹാളിൻ്റെ സൈഡിലുള്ള അലമാരയുടെ പുറത്താണ്. ഒരെണ്ണം കൊണ്ടു നടക്കുന്നില്ല. എന്തോ കഷ്ടമാണെന്ന് നോക്കി. നമുക്ക് സ്വന്തമായൊരു ബൈബിൾ ഉണ്ടായിരിക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ പൈസ കൊടുത്തൊരു ബൈബിൾ വാങ്ങണം, പൈസ കൊടുത്തൊരു ബൈബിൾ വാങ്ങണം. വെറുതെ മേടിക്കരുത്. വെറുതെ ബൈബിൾ കിട്ടിയാൽ വായിക്കത്തില്ല. ഷാജി പാസ്റ്റർ വെറുതെ തന്നാൽ അതിൻ്റെ ഒന്ന് ഉറ കൊടുത്തിട്ടേ പോകാം. പൈസ കൊടുത്ത് ബൈബിൾ വാങ്ങണം, എന്നിട്ടത് വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ കറക്ഷനിലേക്ക് വരുന്നു. പ്രമാണം എവിടെയായിരിക്കണം? ഹൃദയത്തിൽ ആയിരിക്കണം. രണ്ടാമത്തിലേക്ക് വരുന്നു, വിശ്വസ്തനായിരിക്കണം. അതാണ് വായിച്ചത്. പക്ഷെ അങ്ങനല്ല, അവൻ സകലത്തിലും വിശ്വസ്തനായി. കുറച്ച് കാര്യങ്ങളിൽ കുറേ പേർക്ക് വിശ്വസ്തരായിരിക്കാൻ കഴിയും, അങ്ങനല്ല, സകല കാര്യങ്ങളിലും അവൻ വിശ്വസ്തനായിരുന്നു. അവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറുന്നത്. മൂന്നാമത്തേത്, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നമുക്കിനി അതിൻ്റെ പ്രാർത്ഥിക്കുന്നവനായിരുന്നുള്ളതിൻ്റെ ഒരു പോർഷൻ മാറ്റണം. പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്നുള്ളതല്ല, പ്രാർത്ഥനാ ജീവിതം ഉള്ളവനായിരുന്നു. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ 1-2 ഭാഗങ്ങൾ കുറച്ച് സമയങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഞാൻ കവർ ചെയ്യും. ഹൃദയത്തിൽ പ്രമാണം ഉള്ളവരായിരിക്കുക. ശ്രദ്ധിച്ചോളൂ. ഈ ഹൃദയത്തിൽ പ്രമാണമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറ്റ പ്രത്യേകത പറഞ്ഞാൽ ആ ഭാഗം വിടാം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങളെ ഞാൻ എവിടെ സൂക്ഷിച്ചിരിക്കുന്നു? ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞത് ആരാണ് നമുക്കറിയാം. നിരവധി സങ്കീർത്തനങ്ങൾ എഴുതിയ ദാവീദ്, നന്നായി ദൈവത്തെ ആരാധിക്കുന്ന ദാവീദ്. നമ്മളൊക്കെ ആരാധിക്കുമ്പോൾ ദാവീദിന്റെ പേര് പറഞ്ഞാണ് ആളുകളെ ആരാധിപ്പിക്കുന്നത്. പെട്ടകത്തിന് മുമ്പിൽ കിടന്ന് നൃത്തം ചവിട്ടിയ ദാവീദ്. ആ ദാവീദ് പാപം ചെയ്ത് നിങ്ങൾക്കറിയാമോ? സന്ധ്യയാകാറായ സമയത്ത് പ്രാർത്ഥനകൾ അവസാനിപ്പിച്ച് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു.
ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എപ്പിസോഡ് കണ്ടു. കണ്ണേ മടങ്ങുക എന്ന് പറയാതെ അതാവർത്തിച്ച് കണ്ടു, പാപം ചെയ്തു. അന്ന് പുറപ്പാട് 20-ാം അധ്യായമുണ്ട്. വ്യഭിചാരം ചെയ്യരുത് എന്ന വചനം അന്നുണ്ട്. അന്ന് ന്യായപ്രമാണമുണ്ട്. അന്ന് ആലയമില്ലെന്നേ ഉള്ളൂ, പക്ഷേ പുരോഹിതന്മാരുണ്ട്, യാഗങ്ങളുണ്ട്. അപ്പോൾ പ്രമാണം ഉള്ള സമയത്താണ് ഇവൻ പാപം ചെയ്തത്. പക്ഷേ പ്രമാണമില്ലാത്ത ഒരു കാലത്ത് ജീവിച്ചിരുന്നയാളാണ് യോസേഫ്. സാഹചര്യങ്ങൾ അനുകൂലമായി. അവൻ ചെന്ന് കയറിയതല്ല, അവനെ വിളിച്ചു കയറ്റിയതാ. പക്ഷെ അവൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ നിന്നോട് പാപം ചെയ്താൽ, ഞാനിങ്ങനെ ഈ സ്ത്രീയോട് ചെയ്താൽ, അങ്ങനെ ചെയ്താൽ ഞാൻ യഹോവയോട് പാപം ചെയ്യുന്നത് എങ്ങനെ? അന്ന് പുറപ്പാട് പുസ്തകമില്ല, അന്ന് ന്യായപ്രമാണമില്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണം വായിലും കക്ഷത്തിലും കവറിലും ഒന്നുമല്ല ഇരിക്കേണ്ടത്, ഹൃദയത്തിനകത്താണ് ഇരിക്കേണ്ടത്. ആലയത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മുടെ ആത്മീയതയെ മറ്റുള്ളവർക്ക് അളക്കാൻ പറ്റൂ, മനസ്സിലാക്കാൻ പറ്റൂ. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നിങ്ങൾ ആരാണെന്ന് ഷാജി പാസ്റ്റർക്ക് പുറകെ നടക്കാൻ പറ്റില്ല. ഈ പുൾപിറ്റിൽ നിന്നും ഇറങ്ങിപ്പോയാൽ ഷാജി പാസ്റ്റർ ആരാണെന്ന് നിങ്ങൾക്ക് പുറകെ നടന്ന് നോക്കാൻ പറ്റില്ല. ആർക്കും മറ്റുള്ളവരെ പൂർണ്ണമായി മനസ്സിലാക്കാനോ വിലയിരുത്താനോ കഴിയില്ല. പക്ഷേ അവനവൻ്റെ കാര്യം അവരവരാണ് നോക്കേണ്ടത്. ഞായറാഴ്ച ദിവസം മാത്രമല്ല, തിങ്കൾ മുതൽ ശനി വരെയും ഈ പ്രമാണം കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റിയില്ലെങ്കിലും, യാത്രയിൽ കൊണ്ടു നടക്കാൻ പറ്റിയില്ലെങ്കിലും, തൊഴിൽ മേഖലയിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും, തൊഴിലുറപ്പിന് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും, മാർക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും, ഈ പ്രമാണം ഹൃദയത്തിനകത്ത് ഉള്ള ദൈവമക്കൾക്ക് സഭായോഗത്തിൽ എങ്ങനെയാണോ അവരായിരിക്കുന്നത്, അതേപോലെ തന്നെ സകല മേഖലകളിലും അവർക്കായിരിക്കാൻ കഴിയും. പുതുവർഷത്തിൽ ദൈവവചനം ശക്തമായി നമ്മോട് പറയുന്ന ദൂത്, കർത്താവേ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ പ്രമാണങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ആക്കി തരണമേ എന്നൊരു പ്രാർത്ഥന നമുക്ക് 15-ാമത്തെ ദിവസം ഉയർത്തിക്കൊണ്ടുവരാം. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്നത് പ്രമാണങ്ങൾക്ക് വേണ്ടിയല്ലേ? അല്ലേ? അതെ. അമ്പരചുംബിയായി നിൽക്കുന്ന ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് കുടുംബക്കല്ലറകൾ ഉണ്ടായിരുന്നു. പട്ടും പത്രാസും പകിട്ടുമുള്ള തിരുമേനിമാരും ബിഷപ്പുമാരും അടങ്ങുന്ന വലിയ വലിയ സംവിധാനങ്ങൾ നമുക്കുണ്ടായിരുന്നില്ലേ? 1350ഓളം വീട്ടുകാർ വരുന്ന ഒരു ഇടവകയിൽ നിന്നാണ് ഞാൻ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടത്. 1350 വീട്ടുകാർ ഒരു സഭയിലുണ്ടെന്ന് പറഞ്ഞാൽ അത് വലിയ സഭയല്ലേ? യാക്കോബായ സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത് എങ്ങടാന്നറിയാമോ? രക്ഷിക്കപ്പെട്ട ആദ്യത്തെ സഭാഹാളിലേക്ക് ചെല്ലുമ്പം സഭാഹാള് 2.25 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൻ്റെ അത്രയില്ല, മൊത്തത്തിൽ അതിൻ്റെ പകുതിയേ ഉള്ളൂ. 4 നെറ്റി കെട്ടിപ്പൊക്കിയ, വെട്ടുകല്ല് കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു സഭാഹാള്, ചാണകം മെഴുകിയ തറ. ഞാനും അവിടുത്തെ ഉപദേശിയും കൂടെ ഞായറാഴ്ച ചെല്ലുമ്പം തമ്പേറും പെട്രോൾ മാക്സും എൻ്റെ കയ്യിലാണ്. ഞാനങ്ങോട്ട് ചെല്ലുമ്പം ഒരു ശീമപ്പത്തലും കൂടെ കയ്യിലെടുക്കും. കാരണം 10-15 പട്ടി അതിനകത്ത് കാണും. വാതിലും ഭിത്തിയൊന്നുമില്ലല്ലോ. എൻ്റെ കയ്യിലെ വടി കാണുമ്പം പട്ടിയെല്ലാം കൂടെ ഉറക്കം എഴുന്നേറ്റ് പോകും. ഞാനതെല്ലാം അടിച്ചു കളയും. 25 വർഷം ഞാൻ പാസ്സായത്, 25 വർഷവും സഭാഹാളടിച്ച് പായിടുന്നത് ഞാനായിരുന്നു. ആർക്കും കൊടുക്കുകയില്ല. ഞാൻ ആർക്കും കൊടുക്കുകയില്ല. അങ്ങനെ
അവിടെ ആ പായ ഇടുന്നത്. പായ ഇടുമ്പം നല്ല വടിയായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല. 10-15 വിശ്വാസികളേ ഉള്ളു. ഇന്ന് എത്ര പേര് ആരാധനയ്ക്കുണ്ടായിരുന്നു എന്നറിയാൻ ആരാധന കഴിയുമ്പോൾ കുഴി എണ്ണി നോക്കി വെച്ചാൽ മതി. കാരണം ഓരോരുത്തരും ഓരോ കുഴിക്കകത്തായിരിക്കുന്നു. ഒരു ഗുണമുണ്ട്, എത്ര ആത്മാവിലായാലും തെറിച്ച് പോവുകയില്ല. ഓരോരുത്തരും ഓരോ കുഴിക്കകത്തിരുന്ന് ആരാധിക്കും. നാട്ടുകാർ പണ്ട് കാലത്തൊക്കെ മലമൂത്ര വിസർജനത്തിന് ഞങ്ങളുടെ ആ ഇടവഴിയിൽ കൂടെ വരുമ്പോൾ അവിടെ ഈ ഹോളിരിക്കുന്നത് ഒരറ്റത്ത്, മനുഷ്യൻ കയറാത്തൊരു ഓണം കയറാൻ മൂലയ്ക്ക്. എൻ്റെ അപ്പൻ ഒരിക്കൽ അതിലേ പോയപ്പോൾ ആ നാട്ടുകാർ ചോദിച്ചു, ഇവിടെ എന്നാ ഇറച്ചി വെട്ടുന്നതെന്ന്. കാരണം ഇറച്ചിക്കട പോലെ ഇരിക്കുകയാണ്. നാട്ടുകാർ പറഞ്ഞു, ഇറച്ചിക്കടയല്ല, നിങ്ങളുടെ മോഹൻ വന്നിരുന്ന് ആരാധിക്കുന്ന പള്ളിയാന്ന് പറഞ്ഞു. ഇതിനൊക്കെ ആരാ പള്ളി എന്ന് പേരിടുന്നത്? ചോദ്യം. 1350 വീട്ടുകാരുള്ള മൊസൈക്ക് ഇട്ട പള്ളിയിൽ നിന്ന് ചരിത്രവും പൈതൃകവും അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന ആ പള്ളിയുടെ അങ്കണത്തിൽ നിന്ന് 2.25 സെന്റ് സ്ഥലത്തിനകത്ത് ഓല കൊണ്ട് മേഞ്ഞ് 4 തെറ്റി മാത്രം കെട്ടിപ്പൊക്കി ചാണകം മെഴുകിയ തഴപ്പായിട്ട ഒരു വശം പൊട്ടിയ തമ്പേരടിച്ച് ആരാധിക്കുന്ന ആ സഭാകാളിലേക്ക് ഞാൻ എന്തിനാണ് ഇറങ്ങി വന്നത്? ശവക്കോട്ടയേ ഇല്ല. തിരുവനന്തപുരത്തിറക്കം പിന്നെ ശവക്കോട്ട പ്രശ്നം ഞങ്ങൾക്ക് അവിടെ വലിയ പ്രശ്നമാണ്. ഞങ്ങളുടെ ശവക്കോട്ടയൊക്കെ പട്ടിക്കാട്ടിനകത്താണ് കിടക്കുന്നത്. പട്ടിക്കാട്ടിൽ ഒരു പ്രാവശ്യം ശവം അടക്കാൻ പോയത് ശരിയാണെങ്കിൽ പിന്നെ മേലാൽ അങ്ങോട്ട് പോവുകയില്ല, അത്രയും വൃത്തികെട്ട സ്ഥലത്തായിരിക്കും. അപ്പം പിന്നെ ഞാനെന്തിനാ അങ്ങോട്ട് പോയത്? ഉത്തരം വേറെ ഒന്നുമല്ല. ഈ പെന്തക്കോസിലേക്കൊക്കെ ചാടി ഇറങ്ങി പോകാനുള്ള കാരണം പള്ളി കണ്ടുകൊണ്ട് ഇറങ്ങിയതല്ല. ഈ ആളുകളുടെ പട്ടും പകിട്ടും പത്രാസും ഒന്നും കണ്ടുകൊണ്ട് ഇറങ്ങിയൊന്നുമല്ല. പ്രമാണത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. എന്താ പ്രമാണം? എന്താ പ്രമാണം? ഞാൻ നിന്ന സഭയും പെന്തക്കോസ് സഭയും തമ്മിൽ 95 ഉപദേശങ്ങളുടെ വ്യത്യാസമുണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ 4 ദുരുപദേശങ്ങളുടെ സഭയെ ഞാൻ ചിന്തിക്കും. 4 സഭകളിലെ ദുരുപദേശങ്ങൾ. ഇപ്പോൾ 22 ദുരുപദേശങ്ങളുണ്ട്. അതൊന്നും പറയാൻ നേരമില്ല. അപ്പോൾ വേദപുസ്തകത്തിൽ എന്താണോ പറയുന്നത് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ലാത്തത് കൊണ്ടും ആ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് എനിക്ക് ദൈവവചനപ്രകാരം ഉറപ്പുള്ളത് കൊണ്ടും അത് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് യേശു ഒരുക്കുന്ന സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയൂ എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും ഒരു പാസ്റ്റർമാരെയും കണ്ടുകൊണ്ടിറങ്ങിയൊന്നുമല്ല, ഒരു പള്ളികളും കണ്ടുകൊണ്ടിറങ്ങിയൊന്നുമല്ല. വേദപുസ്തകത്തിന്റെ പ്രമാണങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ദൈവസഭയിൽ ഞാൻ മെമ്പറായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവദാസന്മാരെ അല്ല നോക്കേണ്ടത്, പള്ളികൾ അല്ല നോക്കേണ്ടത്, പട്ടും പത്രാസും പകിട്ടുമല്ല നോക്കേണ്ടത്, നിത്യതയിൽ പോകാൻ അവരല്ല റോൾ മോഡൽ, ദൈവത്തിന്റെ വചനമാണ് എന്ന് ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം. ഞാനൊരിക്കൽ ഞങ്ങളുടെ ആളൊക്കെ ആയിട്ട് ഈ ഞങ്ങൾ വിട്ടുപോകുന്ന സഭക്കാരൊക്കെ ആയിട്ട് ചിലപ്പോൾ തർക്കിക്കുകയും വാദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ഈ പ്രമാണത്തിന് വേണ്ടി ഞാനൊക്കെ യാക്കോബായ സഭയിൽ നിന്ന് വന്നതാണ്. യാക്കോബായ സഭ ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇവിടെ മുഴുവൻ CSI ഒക്കെയാണ് കൂടുതലെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ യാക്കോബായക്കാരുമായിട്ട് തർക്കിക്കുക. എനിക്കങ്ങനെ തർക്കിക്കാൻ പോണ സ്വഭാവമില്ല, എന്നാലും തർക്കിക്കുക. അപ്പോൾ ഒരച്ഛൻ ചോദിക്കുക, ജോയി എന്ത് കുറവുണ്ടായിട്ടാണ് നീ ഇത് വിട്ടു പോയതാ? ഞാൻ പറഞ്ഞു, എന്ത് മേന്മയുണ്ടായിട്ടാണ് ഞാൻ അവിടെ നിൽക്കേണ്ടത്? അത് പറ. ഇവിടെ എന്താ കുറവാ? ഞാൻ പറഞ്ഞു, ഇപ്പൊ അവിടെ എന്താ ഗുണമെന്താ? ഇവിടുത്തെ ഒരു കുറ്റം പറ. ഞാൻ പറഞ്ഞു, ഞാനായിട്ട് ഇപ്പൊ എന്തിനാ കുറ്റമൊക്കെ പറയുന്നത്? അച്ഛൻ തന്നെ തീരുമാനിച്ചാൽ മതി. അല്ല, ഒരു കുറ്റം പറ. ഞാൻ പറഞ്ഞു, ഞാൻ പറയണില്ല. തർക്കമായി, വാദമായി. അച്ഛനാണെങ്കിൽ എന്നെ ഒരെണ്ണം പറയാതെ വിടത്തുമില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും. ഇപ്പോൾ പ്രമാണം, പാപമോചനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. പാപമോചനം, ശരി അച്ഛോ, പാപമോചനത്തിന് നമ്മുടെ സഭ എന്തോ പറയുന്നേ? അച്ഛൻ പറഞ്ഞു, പാപമോചനം എന്തോ പറയുന്നേ? പാപമോചനത്തിന് പാപമോചിക്കാതെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. പാപമോചനത്തിന് എന്തോ പറയുന്നേ? ഞാൻ പറഞ്ഞു, എന്തെല്ലോ പറയുന്നേ.
അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്തു പറയുന്നു? വിശ്വാസ പ്രമാണം എന്നും പറഞ്ഞൊരു പ്രമാണം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ പറയും. അതിലൊരു വാചകമുണ്ട്, പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ പാപങ്ങൾ മോചിക്കപ്പെടാൻ എന്ത് ചെയ്യണം? മാമോദീസ ഏൽക്കണം. ഞങ്ങളുടെ യാക്കോബായിലെ പ്രമാണമാണ് കേട്ടോ, ഇവിടുത്തെ പ്രമാണമല്ല. ഇപ്പം ഞാൻ പറഞ്ഞാച്ചോ, പാപമോചനം എന്ത് ചെയ്യണം? മാമോദീസ ഏൽക്കണം. ഓക്കെ. അടുത്തത്, ഈ കുർബാന നൽകുന്ന സമയത്ത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായമാണ് കുർബാനയുടെ അടിസ്ഥാനം. അറിയാം, ദൂതൻ വന്ന് കൊടിലെടുത്ത് കനൽ തൊടുവിച്ചപ്പോൾ അവൻ്റെ അധരങ്ങൾ ശുദ്ധിയുള്ളതായിട്ട് മാറി. പുരോഹിതൻ്റെ കയ്യിലെ കുർബാനയുടെ അപ്പക്കഷണങ്ങൾ ഒരു മനുഷ്യൻ്റെ നാവിൽ തൊടുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായിട്ട് മാറുന്നു. അതാണ് പാപമോചനത്തിനായിട്ട് നൽകുന്ന തീക്കട്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ കുർബാന കൊടുക്കുന്നു. അപ്പം പാപങ്ങൾ മോചിക്കപ്പെടുവാൻ കുർബാന കൈക്കൊള്ളണം. 2-ാമത്തെ ഉപദേശം. 2 ഓക്കെ, 2. ഇനി കുമ്പസാരം. നമ്മുടെ പാപങ്ങളെല്ലാം ആരോട് ഏറ്റു പറയണം? അച്ഛനോട് ഏറ്റു പറയണം. പാപമോചനത്തിന് 3-ാമത്തെ ഉപദേശം. ഇപ്പം 8 പാപം മോചിക്കപ്പെടാൻ? 1, മാമോദീസ അയക്കണം. ഞങ്ങളുടെ യാക്കോബായ സഭയുടെ കാര്യമായിട്ടേ പറയുന്നേ, മാമോദീസ അയക്കണം. 2, പിന്നെ കുർബാന സ്വീകരിക്കണം. 3, കുമ്പസാരിക്കണം. ഇനി വേറൊരു പാട്ടും കൂടെയുണ്ട്. പാട്ട് ഇവിടെ ഉണ്ടോയെന്നറിയില്ല. മോചനമതിനായി പാപികളെ വരുവിൻ, യാചിപ്പിൻ, മുട്ടുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻവാതിൽ, യാചിക്കുന്നോൻ പ്രാപിക്കും, അന്വേഷിപ്പോൻ കൈക്കൊള്ളും. എത്ര മനോഹരം! മോചനം വേണമെങ്കിൽ പാപികളെ നിങ്ങൾ വരുവിൻ, യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ, യേശു കർത്താവ് നിങ്ങൾക്ക് പാപം മോചിക്കും. ഇതാണ് 4-ാമത്തെ ഉപദേശം. എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞോ, ഇതിലേതാണ് ശരി? കാരണം പാവങ്ങൾ മോചിക്കാൻ മാമോദീസ അയക്കണമോ, കുമ്പസാരിക്കണമോ, കുർബാന കൈക്കൊള്ളണമോ, അത് യേശുവിനോട് ഏറ്റു പറയണമോ? അച്ഛൻ പറഞ്ഞു, നീ പറ. ഞാൻ പറഞ്ഞു, 4-ാമത്തേതാണ് ശരി. പാപങ്ങൾ മോചിക്കാൻ യേശുവിനോട് പാപങ്ങൾ ഏറ്റു പറയണം. അപ്പോഴും അച്ഛൻ പറയുകയാണ്, അല്ല, ഞങ്ങൾ പറയുന്ന 4-ൽ അതും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെ ശരിയാണ്. ഒരു കാര്യത്തിന് 4 കാര്യം പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നേ? ഒരു തെറ്റിൻ്റെ കൂടെ 3, ഒരു ശരിയുടെ കൂടെ 3 തെറ്റും കൂടെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? ഒരച്ഛനോടും നമുക്ക് വിരോധമില്ല, ഒരു പള്ളിയോടും നമുക്ക് വിരോധമില്ല, ഒരു മതങ്ങളോടും നമുക്ക് വിരോധമില്ല. പക്ഷെ ഉപദേശപരമായി ചിന്തിക്കുമ്പോൾ പാപങ്ങൾ മോചിക്കാൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശല്ലാതെ വേറെ യാതൊരു കർമ്മമാർഗങ്ങളുമില്ല എന്ന ആ പ്രമാണത്തിന് വേണ്ടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പം അച്ഛൻ പറഞ്ഞു, ഇനി വേറെ വല്ലതും ഉണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ 95 ഉണ്ട്. എൻ്റെ ആർട്ടിക്കിളിൽ 95 എഴുതി, ഞാൻ 52 എഴുതി വിട്ടിട്ടുണ്ട് പുസ്തകത്തിനകത്ത്. സ്വത്രം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു വൻ അബദ്ധം ഞങ്ങളുടെ പട്ടത്വ സഭയിലുണ്ടായിരുന്നു. ഈ പൗരോഹിത്യം, നമ്മളൊക്കെ ആരാന്നറിയാമോ? പുരോഹിതന്മാരാ, അല്ലേ? അല്ലേ? ഇരിപ്പ് കണ്ടപ്പോൾ അല്ലേ? അതെ, നമ്മൾ രാജകീയ പുരോഹിതന്മാരാണ്. ഇരട്ട പൗരത്വം. പഴയ നിയമത്തിൽ പുരോഹിതൻ എന്നൊരു പദമുണ്ട്, പുതിയ നിയമത്തിലില്ല. പുതിയ നിയമത്തിൽ പുരോഹിതന്മാർ എന്നേ ഉള്ളൂ. പഴയ നിയമത്തിൽ വിശുദ്ധൻ എന്നൊരു പദമുണ്ട്, പുതിയ നിയമത്തിലില്ല. വിശുദ്ധന്മാർ, അതിനർത്ഥം എന്താ? പുതിയ നിയമത്തിൽ ഒറ്റ പരിശുദ്ധനേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. പുതിയ നിയമത്തിൽ ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ, അത് മഹാപുരോഹിതനായ യേശുക്രിസ്തുവാണ്. നമ്മളെല്ലാം അവൻ്റെ മക്കളായതുകൊണ്ട് പൗരോഹിത്യമുള്ളവരാണ്.
വിശുദ്ധരുമാണ്. പക്ഷേ നമുക്ക് പൗരോഹിത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പട്ടത്ത സഭക്കാർ വിശ്വസിക്കുമോ? ഇല്ല. ഞങ്ങളുടെ യാക്കോബായ സഭയിൽ അവരുടെ പൗരോഹിത്യം കിട്ടി എങ്ങനെ നിങ്ങൾക്ക് കേൾക്കണോ? അതായാലും രസമാണ്. പൗരോഹിത്യം വന്ന് എങ്ങനെയാണെന്ന് അവർ പാടുന്നത് കേട്ടോളാം. ആദ്യാചാര്യത്വം കൈക്കൊണ്ടഹരോൻ മോശയൊടുന്നീച്ചു, സ്കറിയാക്കതു നൽകി മോശെ, സ്കറിയാ യോഹന്നാനേകി, യോഹന്നാൻ കർത്താവിനും കർത്താവുതാൻ ശ്ലീഹന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്കേകി ശ്ലീഹന്മാർ. ഭയങ്കര രസം. ഇത്രയും അബദ്ധമുള്ളൊരു പാട്ട് വേറെയില്ല. നമ്മളത് പാടിച്ച അവസാനം കുറിയലിസം പറഞ്ഞ് കുരിശും പരിചയിച്ചു. ആ പാട്ടിൻ്റെ അർത്ഥം കേൾക്കണോ? ആദ്യാചാര്യത്വം കൈക്കൊണ്ടഹരോൻ മോശയൊടുന്നീച്ചു. അഹരോനും മോശയും കൂടെയാണ് ആദ്യമായിട്ട് പൗരോഹിത്യം കൈക്കൊണ്ടത്. ആ വഴിയാണ് വന്നത്. ശരിയാണോ? ശരിയാണ്. സ്കറിയാക്കതു നൽകി മോശെ. മോശയെന്നിങ്ങനെ വന്ന് സെക്കരിയാവിന് കിട്ടിയത് അതും ശരിയാണ്. സ്കറിയാ യോഹന്നാനേകി, അത് ശരിയാണോ? സെക്കരിയ പുരോഹിതൻ സ്നാപയോഹന്നാന് പൗരോഹിത്യം കൊടുത്തു എന്ന് ശരിയാണോന്ന്? ശരിയാണോ? അല്ല. മഹാപുരോഹിതൻ ധരിക്കേണ്ട വസ്ത്രമേതാ? ചുവപ്പ് നൂൽ, ധൂമ്രനൂൽ, പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ. യോഹന്നാൻ ധരിച്ച വസ്ത്രമേതാ? ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ. പുരോഹിതൻ തന്നെ ഭക്ഷണമേതാ? മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്തത്. ഇയാളെ തന്നെ വെട്ടുക്കിളിയും കാട്ടുതേനും. പുരോഹിതൻ എവിടാ പ്രസംഗിക്കേണ്ടത്? പള്ളിക്കകത്ത്. ഇവനെവിടാ പ്രസംഗിച്ചത്? മരുഭൂമിയിൽ. യോഹന്നാൻ സ്നാപകൻ പുരോഹിതനെ അല്ലായിരുന്നു. എന്നിട്ട് പറയാണ് സ്കറിയാ യോഹന്നാനേകി. അബദ്ധം. അടുത്തത് യോഹന്നാൻ കർത്താവിനും. ഒരബദ്ധം പറഞ്ഞേച്ചു പിന്നെ അതിൻ്റെ പുറത്തോട്ട് കൊടിമരം കയറ്റുക. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന് പൗരോഹിത്യമാണ് കൊടുത്തതെന്ന് അംഗൻവാടി പഠിച്ച പിള്ളേർ പറയൂ. യോഹന്നാൻ സ്നാപകൻ യേശുവിന് കൊടുത്ത സ്നാനമല്ലേ? പൗരോഹിത്യമാണോ? യേശുവിന് പൗരോഹിത്യം കൊടുക്കാൻ യോഹന്നാൻ ആരാ? അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ്. യേശുവിനൊന്നും പൗരോഹിത്യം കൊടുക്കാൻ ഇവിടെ ഒരു യോഹന്നാനുമില്ല. അപ്പൊ അത് ഭയങ്കര തെറ്റാണ്. എന്നിട്ട് പറയാണ് കർത്താവ് താൻ ശ്രീഹന്മാർക്കും. അത് ശരിയാ. കർത്താവിനെ വിശ്വസിക്കുന്നവർക്കൊക്കെ പൗരോഹിത്യം ഉണ്ടാകും. ആദ്യം ശരി, അവസാനം ശരി, നടുക്കപ്പെട്ടു. പിന്നെ നമ്മൾ ഈ ചെന്ന ക്ഷീണം കൊണ്ടും പോരാനുള്ള ധൃതിക്കും ഈ പ്രസംഗത്തിൻ്റെ നടുഭാഗം ഒന്നും കേൾക്കാറില്ല മിക്കവാറും ആളുകൾ, ഇല്ലേ? അങ്ങനെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യ ഭാഗം കേട്ടില്ല, വൈകിയാ ചെന്നത്. അവസാനത്തെ ഭാഗം എങ്ങനെ ഉണ്ടായിരുന്നു? 5 മിനിറ്റ് നേരത്തെ പോന്നു, അതും കേട്ടില്ല. നടുക്കത്തെ ഭാഗം എങ്ങനെ ഉണ്ടായിരുന്നു? ചെന്ന ക്ഷീണം കൊണ്ടൊന്നും വൈകിപ്പോയി, അതും കേട്ടില്ല. പിന്നെ ഏതാ കേട്ടത്? പണ്ട് സൺഡേ സ്കൂളിലെ കൊച്ചു സൺഡേ സ്കൂളിൽ എന്താടാ വരാത്തത്? വന്നില്ല. വരുന്ന ഇഷ്ടമല്ലേ? ഇട്ടവാ. പിന്നെന്താ വന്നുവെച്ചാൽ പോകുന്ന ഇഷ്ടമല്ലേ? ഇട്ടവാ. പിന്നെ ഏതാ ഇഷ്ടമല്ലാത്ത? നടുക്കുള്ള സമയം ഇഷ്ടമല്ലാത്തതെന്ന്. വരുന്നു ഇഷ്ടമാ, പോകുന്ന ഇഷ്ടമാ, നടുക്കുള്ള സമയമാണ് ഇഷ്ടമല്ലാത്ത. ഞാൻ അതുകൊണ്ട് ഊന്തി പറയുകയാണ്, സമയമുണ്ടല്ലോ എന്ന് കരുതിയാണ്. ഇതിനകത്ത് വന്ന മുഴുവൻ ദൈവമക്കളോട് ഞാൻ പറയുന്നു, ആരോടും നമുക്കൊരു വിരോധമില്ല. പക്ഷേ പ്രമാണങ്ങൾക്കെതിരെ ആര് നിന്നാലും നമ്മളതിനെ എതിർക്കും. ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്കും എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ കൊല്ലം കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, പ്രമാണത്തിന് വേണ്ടിയാണ് നമ്മൾ വേർപെട്ടത്. പ്രമാണത്തിന് വേണ്ടി. അതിന് 100 കൂട്ടം കാര്യം. സ്നാനം, കർത്തൃമേശ, വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന, മെഴുകുതിരി കത്തിക്കുന്ന, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാൻ കാരണം അവൻ ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നു. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുന്നു, അവൻ വിശ്വസ്തനായിരുന്നു. അത് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. 3-ാമത്തെ ഭാഗമാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് വിശ്വസ്തനായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഈ രാജ്യം ഭരിക്കുവാൻ രാജാവ് 120 പേരെ തെരഞ്ഞെടുത്തു. അതിലാര് പെട്ടു? ദാനിയേൽ പെട്ടു. അതിൽ നിന്നൊരു 3 പേരെ തെരഞ്ഞെടുത്തു.
അതിലാര് പെട്ടു? ദാനിയേൽ പെട്ടു. അതിലവൻ അതിവിശിഷ്ടനായി വിളങ്ങി. അർത്ഥം, അവനിപ്പോൾ രാജ്യത്തെ രണ്ടാമനാണ്. അർത്ഥം, നീ സകലത്തിലും വിശ്വസ്തനാണെങ്കിൽ ഒരു പാനലിലും ഒരു തെരഞ്ഞെടുപ്പിലും നിൽക്കാൻ പോകേണ്ട കാര്യമില്ല. ചുമ്മാ അവിടെ ഇരുന്നേച്ചാൽ മതി. തെരഞ്ഞെടുപ്പ് വീട്ടിലാണ് നടക്കുന്നതെങ്കിലും ആട്ടിൻ തൊഴുത്തുകളിലേക്ക് വിളി വരും ദാവീദിന്. അതുകൊണ്ട് നിങ്ങൾ ഒരാളുടെയും എളിയിൽ ചവിട്ടി തോളേൽ ചവിട്ടി അവനെ ആക്രമിച്ച് കുതിരക്കച്ചവടം നടത്തി അഴിമതികൾ നടത്തി പാനലുണ്ടാക്കി ഒന്നിനും നിൽക്കണ്ട. 50 നിലകൾ ഉള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ചെല്ലുമ്പോൾ സ്റ്റെയർ കേസ് കയറി മേളിൽ ചെല്ലുമ്പോഴേക്കും അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സൈഡിൽ കാണുന്ന ലിഫ്റ്റിലോട്ട് കയറി സമാധാനമായിട്ടൊന്നിരുന്ന് സ്വിച്ചൊന്ന് കണ്ടുപിടിച്ചൊന്ന് അമർത്തിയാൽ നീ ചെല്ലേണ്ട സ്ഥലത്ത് അത് നിന്നെ എത്തിക്കും. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവർക്ക് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ഏതറ്റം വരെ നിങ്ങളെ ഉയർത്തുവാൻ കഴിയുന്ന ദൈവകരങ്ങളിൽ നിങ്ങൾ താണിരിക്കുമെങ്കിൽ 2022 അമർന്നിരിക്കുന്നവരെ ഉന്നതങ്ങളിൽ എത്തിക്കുന്ന ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവർക്കായി ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് അളവില്ലാതെ സ്തോത്രം ചെയ്യുകയാ. വിശ്വസ്തതയ്ക്ക് വില നൽകണം. അതും കൂടെ പറയാം, വില നൽകണം. ഒരാൾ വിശ്വസ്തനാണോ അല്ലയോ എന്ന് കണ്ടാലൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. വിശ്വസ്തന്മാർക്ക് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. കാരണം അതൊക്കെ ശ്രദ്ധിക്കാൻ പോയാൽ മുന്നോട്ട് പോകാനൊക്കത്തില്ല. അതാണ്. യോസേഫിന് ആരോപണം ഉണ്ടായില്ലേ? ഉണ്ടായി. എല്ലാവർക്കും ആരോപണം ഉണ്ടാവും. പണ്ടൊരു ചിന്തകൻ പറഞ്ഞ വാക്കുകൾ ചിന്തേറിട്ട് പറയുകയാണ്. ആരോപണങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെ നേരിടണം? രസകരമായ ചിന്തനീയമായ ഒരു ചിന്ത. നിങ്ങൾ വെള്ളവസ്ത്രവും ധരിച്ചുകൊണ്ട് കാട്ടാക്കടയിൽ നിൽക്കുമ്പോൾ ഒരു വണ്ടി സമീപത്തോടെ കടന്നുപോയി. ഒരു ചെളിക്കട്ട നിങ്ങളുടെ വസ്ത്രത്തിലേക്ക് തെറിച്ചു. 2 രീതിയിൽ പ്രതികരിക്കാം. ഒന്ന്, ശപിച്ച് കാറി കൂകി വളരെ മോശപ്പെട്ട് വാക്കുകളൊക്കെ പറഞ്ഞ് തൊട്ടടുത്ത് കാണുന്ന പൈപ്പിലെ വെള്ളത്തിൽ അതിങ്ങനെ ചെരിച്ചു പിടിച്ച് അത് കഴുകിക്കളഞ്ഞ് ഇങ്ങനെ പിരിച്ച് കഴുകിക്കളഞ്ഞ് അങ്ങനെ ചെയ്യാം. പിഴിഞ്ഞ് കഴിച്ച് നോക്കുമ്പോഴുണ്ടല്ലോ ചെളിക്കട്ട വീണത് ഇത്രയും ഭാഗത്ത്, പിടിഞ്ഞു കഴിഞ്ഞപ്പം ഇത്രയും ഭാഗത്ത് ചെളി. അങ്ങനെ അത്രയും ഭാഗത്ത് ചെളിയാണ്. പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്യണം. ചെളിക്കട്ട തെറിച്ചത് ശരിയാ, ഒന്ന് വെയിറ്റ് ചെയ്യുക. അനങ്ങാതെ അവിടെ നില്ല്. 5-6 പേരൊക്കെ കാണട്ടെ. സൂര്യപ്രകാശം അതിന് മേൽ അടിക്കട്ടെ. ഒരു ഇളങ്കാറ്റ്, യാത്ര തുടരുക. ഇളങ്കാറ്റ് അതിന്മേൽ വരട്ടെ. വെള്ളമെല്ലാം ബാഷ്പീകരിച്ച് പോയി കഴിയുമ്പം ആ ചെളിക്കട്ടയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അത് പതിയെ വിറച്ച് താഴോട്ട് തൂങ്ങാൻ തുടങ്ങും. തൂങ്ങിയാടുന്ന സമയത്ത് ഇങ്ങനെ പതിയെ കൈ കൊണ്ട് ഏറ്റിക്കളഞ്ഞാൽ മതി. അതങ്ങ് പൊക്കോളും, എങ്ങും പടരുകയില്ല. അതുകൊണ്ട് ആരോപണങ്ങളെ ചെളിക്കട്ട തട്ടിക്കളയുന്ന പോലെ നേരിടാൻ പഠിച്ചാൽ നിങ്ങൾക്ക് വിശ്വസ്തതയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന് ഘനമായി പറയാൻ ആഗ്രഹിക്കുന്ന ഈ 2 പോയിന്റുമല്ല, 3-ാമത്തെ പോയിന്റാണ്. 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. 6:28 കുറുവാക്യമായി വായിച്ചത്. നിങ്ങൾ ശുഭപ്പെട്ടിരിക്കുവാൻ 3 കാരണങ്ങൾ. 1, ഹൃദയത്തിൽ പ്രമാണമുള്ളവരായിരിക്കുക. 2, നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. 3-ാമത്തേത് വിശാലമായി ചിന്തിക്കുവാൻ. 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോളൂ. ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന ജീവിതമുള്ളവനായിരുന്നു. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥന ജീവിതമുള്ളവനും തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, 15-ാമത്തെ പ്രാർത്ഥനാ ദിവസം. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ 6 പ്രത്യേകതകൾ അവിടെയുണ്ട്. എത്ര പ്രത്യേകതകൾ? 6 പ്രത്യേകതകൾ. ബൈബിളിലേക്ക് നോക്കിക്കോളൂ, എൻ്റെ മുഖത്തേക്ക് നോക്കണ്ട.
ഈ 6 പോയിന്റുകൾ അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. 1, വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന ഉണ്ടോ? അതവിടെ രേഖ എഴുതിയപ്പോൾ ദാനിയേൽ എങ്ങോട്ട് പോയി? വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന അതവിടെ ഉണ്ടോ? ഉണ്ട്. 2, കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന അതവിടെ ഉണ്ടോ? ഉണ്ട്. 3, മുൻപേ ചെയ്തു വന്നതുപോലെയുള്ള പ്രാർത്ഥന അതവിടെ ഉണ്ടോ? തലയെങ്കിലും നാട്ട് ഉണ്ട്. 4, ദിവസം 3 നേരമുള്ള പ്രാർത്ഥന അതവിടെ ഉണ്ടോ? ഉണ്ട്. 5, മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന അതവിടെ ഉണ്ടോ? അതവിടെയുണ്ട്. 6, സ്തോത്രം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന അതവിടെ ഉണ്ടോ? ഉണ്ട്. ഇനി കുറിക്കുന്നവർക്ക് ക്രമമായി കുറിക്കാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് അതിൻ്റെ വിശദാംശത്തിൽ കടക്കും. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ 6 സവിശേഷതകൾ. 1, വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. 2, കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. 3, മുൻപേ ചെയ്തു വന്നതുപോലെയുള്ള പ്രാർത്ഥന. 4, ദിവസം 3 നേരമുള്ള പ്രാർത്ഥന. 5, മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. 6, സ്തോത്രം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന. ഈ 6 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് 1-ാമത്തെ കാര്യത്തിലേക്ക് വരാം. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ 1-ാമത്തെ പ്രത്യേകത എന്താണ്? വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. ഒരാളുടെ ആത്മീയത വെളിപ്പെടുന്നത് എവിടെയാണ്? വെളിപ്പെടേണ്ടത് എവിടെയാണ്? ഒരു ചോദ്യമാണ് അല്ലേ? ഒരാളുടെ ആത്മീയത വെളിപ്പെടുന്നത് എവിടെയാണ്? വെളിപ്പെടേണ്ടത് എവിടെയാണ്? ഉത്തരം എന്താണ്? ഒരാളുടെ ആത്മീയത വെളിപ്പെടേണ്ടത് എവിടെയാണ്? വീട്ടിലാണ്. ഭാര്യയുടെ മുൻപിൽ, ഭർത്താവിൻ്റെ മുമ്പിൽ, കുഞ്ഞുങ്ങളുടെ മുൻപിൽ ആണ് ഒരാളുടെ ആത്മീയത വെളിപ്പെടേണ്ടത്. കഷ്ടകാലത്തിന് നമ്മുടെ ആത്മീയത വെളിപ്പെടുന്ന എവിടാ? സഭയ്ക്കകത്താ. ചോദ്യം ഇതാണ്. ഞായറാഴ്ച രാവിലെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ആരാധിക്കുന്ന ആ ആരാധനയുണ്ടല്ലോ, ആ റിവൈവൽ മൂവ്മെൻറ്റ്, ആ ബോഡി ലാംഗ്വേജ് നീങ്ങിപ്പോയി. ആ ബോഡി ലാംഗ്വേജ് അത് തെറ്റല്ല കേട്ടോ. എൻ്റെ കൂട്ടുകാരൻ എഴുതിയ പാട്ടാ, ഷാജൻ പാറക്കടവിൽ. ആ സ്പിരിച്വൽ സ്റ്റൈൽ, ആ അന്യഭാഷ, ആ ആരാധന, വിയർത്ത് കുളിച്ച് നമ്മൾ മടങ്ങിപ്പോകുന്ന ആരാധന, നന്നായിട്ട് വർഷിപ്പ് ചെയ്യുന്ന സഹോദരന്മാർക്ക് വേണ്ടി സ്തോത്രം. ചോദ്യം നിങ്ങളോടാണ്. ഇങ്ങോട്ട് നോക്ക്. അതേ സ്റ്റൈലിൽ, അതേ റേഞ്ചിൽ, അതേ ബോഡി ലാംഗ്വേജിൽ, അതേ റിവൈവൽ മൂവ്മെൻറ്റിൽ, സ്പിരിച്വൽ സ്റ്റൈലിൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ അവനവൻ്റെ വീട്ടിലുള്ളവർ എത്ര പേരുണ്ട്? സ്വന്തം വീട്ടിൽ ഇതുള്ളവർ എത്ര പേരുണ്ട്? അവിടാണ് പ്രശ്നം. വീട്ടിൽ ഭർത്താക്കന്മാരൊക്കെ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ പറ്റത്തില്ല. ചിലർക്ക് ആലയത്തിൽ വരുമ്പോഴേ അന്യഭാഷയുള്ളൂ, വീട്ടിലില്ല. എന്താ കാര്യം? വീട്ടിൽ വേറെ ഭാഷയായിരിക്കും ചിലപ്പോൾ. ഭർത്താവിൻ്റെ മുമ്പിൽ അന്യഭാഷ പറയാൻ തൻ്റെ ഇടമില്ലാത്തൊരു സ്ത്രീ എങ്ങനെയാണ് ഇവിടെ വന്നിരുന്ന് അന്യഭാഷ പറയുന്നത്? എനിക്കറിയാമല്ല. ഭാര്യയുടെ മുമ്പിൽ അന്യഭാഷ പറയാത്ത ഭർത്താവ് എങ്ങനെയാണ് പിന്നെ പള്ളിക്കകത്ത് വന്നിരുന്ന് പറയുന്നത്? പള്ളിക്ക് വേണ്ടി ഒരു ആത്മീയത നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരാധന സമയത്ത് വെളിപ്പെടുത്തേണ്ട ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ പേരെന്നറിയാമോ? അങ്ങനെ ആരാധിക്കുന്നവൻ്റെ പേര് കപട ഭക്തിക്കാരെന്നാണ്. കപട ഭക്തിക്കാരൻ. യേശു ഏറ്റവും അധികം വെറുത്തത് അവരെയാണ്, കപട ഭക്തിക്കാരെയാണ്. സ്വത്രം മൊത്തം മിണ്ടാട്ടം പൊട്ടിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നത്.
നമ്മുടെ വീടുകളിൽ ആരാധനാലയങ്ങളായി മാറേണ്ട സാഹചര്യം 2 കൊല്ലമായി വന്നില്ലേ? ഒരു മനുഷ്യന് 100% പ്രൊട്ടക്ഷൻ, സുരക്ഷിതത്വം നൽകുന്ന സ്ഥലങ്ങൾ ഏതാണ്? 1, അമ്മയുടെ ഗർഭപാത്രം. 2, പള്ളികൾ. 3, സ്വന്തം വീട്. ഈ 3 സ്ഥലമാണ് ഒരാൾക്ക് 100% സംരക്ഷണം നൽകപ്പെടുമെന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങൾ. അതിൽ 2 സ്ഥലങ്ങൾ ഇപ്പോൾ സുരക്ഷിതത്വം അവകാശപ്പെടാൻ പറ്റാത്ത സ്ഥിതിഗതിയിലാണ്. ഏതാണത്? 1, അമ്മയുടെ ഗർഭപാത്രം. അമ്മയുടെ ഗർഭപാത്രം പണ്ടത്തെ പോലെ അങ്ങനെ സുരക്ഷിതത്വമൊന്നുമില്ല. എന്താ കാര്യം? കള്ളുകുടിയനായ അപ്പനാണെങ്കിൽ എപ്പോഴാണ് ചവിട്ടി പുറത്താക്കാമെന്ന് പറയാൻ പറ്റുമോ? ബോധവും പൊക്കണവും ഇല്ലാത്തൊരു പെങ്കൊച്ചാണെങ്കിൽ അത് എപ്പോഴാണ് കെട്ടി തൂങ്ങി ചാകുക എന്ന് പറയാൻ പറ്റുമോ? പിറവങ്കാരി സ്ത്രീ കൊച്ചിനെ പ്രസവിച്ചു, പാറക്കുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു, പൊങ്ങി വരാതിരിക്കാൻ കല്ലും കൂടെ കെട്ടിവെച്ചാ ഇറക്കി വിട്ടത്. അപ്പം ഇതുങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ശ്രദ്ധിച്ചു. അപ്പം ശ്രദ്ധിച്ചോളൂ, അമ്മയുടെ ഗർഭം ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ ജനിച്ചു. എൻഡോസൾഫാൻ പോലെ ഉള്ള ഒരു സ്ഥലത്താണ് ജനിക്കുന്നെങ്കിലോ, ഹിരോഷിമ നാഗസാക്കി ജനിക്കുന്നെങ്കിലോ ഒരു അംഗവൈകല്യം ഉണ്ടാവും. അപ്പം അമ്മയുടെ ഗർഭപാത്രം പണ്ടത്തെ പോലെ 100% സുരക്ഷിതത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന സ്ഥലങ്ങൾ അല്ല. 2, പള്ളികൾ. 2 കൂട്ടരുടെ പള്ളിയും കണക്കായി. ഇപ്പം പണ്ട് പെന്തക്കോസ്തുകാരുടെ പള്ളിയിലായിരുന്നു കൂടുതൽ അടി ഉണ്ടാകുന്നത്. ആരാധന ഉച്ചവരെ എങ്ങനെയും സഹിക്കാം, ഉച്ച കഴിഞ്ഞുള്ള കമ്മിറ്റി ഒട്ടും സഹിക്കാൻ മേലായിരുന്നു. അത്ര പ്രശ്നമായിരുന്നു. ഇപ്പം പിന്നെ പള്ളികളിലും അടി തുടങ്ങി. നമുക്കൊരു സമാധാനം അല്ലേ? അവിടെ തുടങ്ങിയില്ല അടി, ഒരു സമാധാനം, ഒരു ചൊറിച്ചിൽ. എല്ലായിടത്തും ഒരുപോലെ പടി അടക്കുക. സത്യം പറഞ്ഞാൽ യുവജനങ്ങൾ പള്ളിക്കകത്തു നിന്നൊക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം എന്നറിയാമോ? ഇതൊക്കെ തന്നെയാണ്. ഈ അടിയും ബഹളവും തമ്മിത്തല്ലും തെരഞ്ഞെടുപ്പും പാനലും ഇതൊക്കെയാണ് പ്രശ്നം. രാവിലെ മുതൽ ഉച്ചവരെ ആ പിള്ളേരുടെ മാതാപിതാക്കൾ പറയും, ആരാധനയ്ക്ക് വാടാ, ആരാധനയ്ക്ക് വാടാ, പള്ളിയിലോട്ട് വാടാ, പള്ളിയിലോട്ട് വാടാ എന്ന് പറയും. ഉച്ച കഴിഞ്ഞാൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ പിള്ളേരെല്ലാം വീട്ടിൽ പോക്കോ, വീട്ടിലോട്ട് വാടാ, വീട്ടിലോട്ട് വാടാന്ന് പറയും. എന്തിനാ പിള്ളേരെന്തിനാ വീട്ടിൽ പോകുന്നത്? ഉച്ച കഴിഞ്ഞത്തെ കമ്മിറ്റിയിൽ നിങ്ങൾ പറയുന്ന ഒന്നും ആര് കേൾക്കാൻ കൊള്ളുകയില്ലാത്തതാ. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഓരോ കമ്മിറ്റി കൂടുമ്പം പിള്ളേരെയും കൂടെ വിളിച്ചിരുത്തി കമ്മിറ്റി കൂടാൻ? നമ്മൾ വീട്ടിൽ പറയത്തില്ലേ എല്ലാവരും കാണാവുന്ന ചാനൽ വെച്ചാൽ മതിയെന്ന്? ഇതുപോലെ എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മതിയെന്ന് പിള്ളേർ പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? ഞാൻ അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ഇടയിലുള്ള കാര്യങ്ങളല്ലേ, അതൊന്നും ഇവിടെ പ്രസക്തവുമല്ല. ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് പണ്ടത്തെ പോലെ ഇപ്പോൾ അമ്മയുടെ ഗർഭപാത്രം 100% സുരക്ഷിതത്വം അവകാശപ്പെടാൻ കഴിയില്ല. 2, പിന്നെ പള്ളികളും സുരക്ഷിതത്വം അവകാശപ്പെടാൻ കഴിയില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പള്ളികളാണ് തീ വെച്ച് നശിപ്പിക്കുന്നത്, അറിയാമോ? പള്ളികളാണ് എല്ലാവരും ആക്രമിക്കുന്നത്. മുഖ്യമന്ത്രി ജയലളിത പണ്ട് പറഞ്ഞു, ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഇല്ലാത്ത പള്ളികൾ പള്ളികളായിട്ട് അംഗീകരിക്കത്തില്ല. അന്ന് ഞാൻ കളിയിക്കാവളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ പാവപ്പെട്ട വിശ്വാസികൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളുടെ പഞ്ചായത്ത് റോഡൊന്ന് ടാറിട്ട് തരണമേ എന്നും പറഞ്ഞു. 17-ാം ദിവസമാണ് അനധികൃത സ്വത്തിൽ ജയിലിൽ അകത്ത് പോയത്. പിന്നെ പൊങ്ങി വന്നില്ല കാര്യമായിട്ട്. പള്ളികളോടൊരു വലിയ പോരാട്ടം എല്ലാ കാലത്തും ഉണ്ട്. 2.5 വർഷമായി പള്ളികൾ അടച്ചിട്ടിരിക്കുക. നിങ്ങളുടെ പള്ളി തുറന്നു, ശരിയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പല പള്ളിയും തുറന്നിട്ടില്ല. 190 ചർച്ചകൾ ഞങ്ങൾക്കുണ്ട്. ഞാൻ നിൽക്കുന്ന അകപ്പേ ഗോസ്ബൽ മിഷനുണ്ട്. 190 ചർച്ച എനിക്കുണ്ട്. എനിക്കല്ല, ഞങ്ങൾക്കുണ്ട്. പല പള്ളിയും തുറന്നിട്ടില്ല. അപ്പോൾ പള്ളിക്കകത്ത് പോയി ആരാധിക്കണമെന്ന് വിചാരിച്ചവൻ എന്ത് ചെയ്യും? ഈ പ്രസംഗം ഞാൻ ഇന്നോ ഒന്നലെയോ പ്രസംഗിച്ചല്ല, കാലങ്ങൾക്ക് മുൻപേ പ്രസംഗിച്ചതാണ്. ഞാനൊരു കാര്യം പറഞ്ഞ, ദൈവാത്മാവിൽ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും അല്ലെങ്കിൽ മനുഷ്യന് പൂർണ്ണമായ സ്വാതന്ത്ര്യം. അമ്മയുടെ ഗർഭപാത്രം സുരക്ഷിതത്വം ഇല്ല, പള്ളികൾ സുരക്ഷിതമല്ല. കൊറോണ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന പള്ളിക്കകത്താന്നാ പറയുന്നത്. ഡിസംബർ മാസം 31 സർക്കാർ പറഞ്ഞു എല്ലായിടത്തും പലതും അനുവദിച്ചു, പക്ഷേ പള്ളികളിൽ പ്രാർത്ഥന മാത്രം പാടില്ല. നോക്കിക്കേ, ഈ 2 സ്ഥലവും സുരക്ഷിതത്വം അവകാശപ്പെടുവാൻ കഴിയാതിരിക്കുമ്പോഴും ഒരു സർക്കാരിനും ഒരു കാലഘട്ടത്തിലും
അവനവൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കണ്ട എന്നൊരു നിയമം വരാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങളുടെ ആത്മീയത വെളിപ്പെടേണ്ടത് ആരാധനയും പാട്ടും ആത്മീയത്തിന്റെ അഗ്നിജ്വാലയും ഉയർത്തപ്പെടേണ്ടത് പള്ളികൾക്കകത്തല്ല, അവനവന്റെ വീട്ടിനകത്താണ്. അങ്ങനെ ആയിരിക്കുന്ന കാലം വരുമെന്ന് പറഞ്ഞാൽ അതിന് അടിവരയിട്ട് ആമേൻ പറഞ്ഞേ പറ്റത്തുള്ളൂ. ദൈവമക്കൾ, ഈ 2 കൊല്ലമായി അങ്ങനെയല്ലേ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? പള്ളി അടച്ചു. ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ഷാലോമിന്റെ പള്ളി അടച്ചു. പിശാച് വിചാരിച്ചു കാണും, ഈ പള്ളി അടഞ്ഞല്ലോ, 10,000 പേരുടെ ആരാധന മുടങ്ങിയല്ലോ എന്ന്. പക്ഷേ തെറ്റിപ്പോയില്ലേ? പണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞൊരു ഒരു മുദ്ര, ഓരോ തുള്ളിച്ചോരയിൽ നിന്ന് 1000 പേർ. ഒരു പള്ളി അടച്ചപ്പോൾ ഈ പള്ളിക്കകത്ത് കൂടി വന്ന മുഴുവൻ കുടുംബങ്ങളിലും ആരാധനകൾ ആരംഭിച്ചു. ഇന്നുവരെ സങ്കീർത്തനം വായിക്കാത്ത, പ്രബോധിപ്പിക്കാത്ത, ലീഡ് ചെയ്യാത്ത കുടുംബനാഥന്മാർ അത് ചെയ്യാൻ തുടങ്ങി. അവരാരും പാസ്റ്റർമാരായില്ലെങ്കിലും അവരൊക്കെ നേതൃത്വം കൊടുക്കാൻ തുടങ്ങി. ഇതുവരെ പുകയാത്ത, തിരികത്താത്ത കുടുംബത്തിനകത്ത് യാഗപീഠത്തിന്റെ അഗ്നിനാളങ്ങൾ പുറപ്പെടാൻ തുടങ്ങി. ഒരു കാര്യം ഉറപ്പാണ്, പാതാള ഗോപുരങ്ങൾക്ക് ദൈവത്തിന്റെ സഭയെ ജയിക്കാൻ ഒക്കത്തില്ലെന്ന് വാഴ്ത്തപ്പെട്ട യേശു പറഞ്ഞെങ്കിൽ അത് അക്ഷരം പ്രതി കഴിഞ്ഞ 2 വർഷമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു തർക്കവും അതിനകത്തില്ല. വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീടുകൾ പ്രാർത്ഥനയ്ക്ക് സജ്ജമാണോ? അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കത്തക്ക നിലവാരത്തിൽ വീടുകളുണ്ടോ? വീടുണ്ടോ? കോട്ടയത്ത് 4 നാക്കൽ എന്ന സ്ഥലത്ത് ഞാൻ പണ്ട് പോയി ഒരു വീട്ടിൽ വിശ്രമിച്ചു. ഹിന്ദുവിൻ്റെ വീടാ. എനിക്ക് പിറ്റേ ദിവസം ട്രിവാൻഡ്രത്തിന് പോരേണ്ടത് കൊണ്ട് അവിടെ കിടന്നു. ഞാൻ ഇന്നലെ ആലപ്പുഴ അവിടെ കിടന്നു ഞാൻ ഇവിടെ വന്നാ കിടന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ വീടല്ല, കിടക്കാൻ സൗകര്യം തന്നതാണ്. ഞാൻ ചെന്ന് രാത്രി നോക്കിയപ്പം ഒരു 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 അലമാരയുടെ ഭാഗത്തിങ്ങനെ ഒരു തുണി ഇട്ട് വെച്ചിരിക്കുന്നു. അവിടെ ആ കാറ്റടിച്ച തുണി ഇങ്ങോട്ട് മാറിയപ്പം അവിടെ എല്ലാ ദൈവങ്ങളും ആ അലമാരയ്ക്കകത്തുണ്ട്. ഭദ്രകാളിയും ശിവനും ബറുവും എല്ലാം അതിനകത്തുണ്ട്. ഞാൻ ആ കർട്ടൻ അങ്ങോട്ട് വലിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കൂടെ കിടന്നുറങ്ങി. ഇറങ്ങി പോകാൻ പറ്റുമോ? നരമ്പടത്ത് ഞാൻ താഴെ ചെന്ന് പറഞ്ഞു, പരമേശ്വരൻ ചേട്ടാ പ്രാർത്ഥിച്ചിട്ട് പോട്ടെ. ആയിക്കോട്ടെ. അല്ല, ഒരു സംശയം, ഞാൻ കിടക്കുന്ന മുറിക്കകത്ത് നിങ്ങളുടെ മുഴുവൻ ദൈവങ്ങളെയും കൂടെ അതിനകത്ത് കൊണ്ട് ഉച്ചരിയുന്ന കാര്യം എന്താണ്? അത് അവിടുന്ന് മാറ്റിയില്ലായിരുന്നില്ലേ? ഇടി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പാർശ്വ കിടക്കാനുള്ള മുറിയാണ്, ആ സാധനങ്ങളൊക്കെ എടുത്ത് താഴോട്ടിടാൻ പറഞ്ഞല്ലേ, നീ എന്താ അത് ചെയ്യായിരുന്നു? അയാൾ പറഞ്ഞു, മറന്നുപോയി ചേട്ടാ, പാർശ്വയെ താഴെ ഒരു പൂജാമുറി പണിയുന്നുണ്ട്. എന്ത് മുറി? പൂജാമുറി പണിയുന്നുണ്ട്. അവിടെ ഇരുത്താനുള്ള സാധനങ്ങളാണിത്. അപ്പോൾ ഈ ഇടം കൈ വലം കൈ തിരിച്ചറിയാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ ചെന്നാൽ എന്തുണ്ട്? ചിലരോടൊക്കെ പറയാമോ? പൂജാമുറിയുണ്ട്. ഒരു കത്തോലിക്കൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞെന്നാൽ പ്രാർത്ഥിക്കട്ടെ. ഉടനെ പുള്ളി കിഴക്കോട്ട് തിരിഞ്ഞ് മടിക്കുത്തടിച്ചിട്ട്, പക്ഷേ 1 മിനിറ്റ് ചെന്ന് സ്വിച്ചിട്ടപ്പം മെഴുകുതിരി ഓടിക്കത്തുന്നു, ചാടിക്കത്തുന്നു, ബൈബിൾ തുറന്നു വെച്ചിരിക്കുന്ന അമ്മ മറിയം, യോസേപ്പ്, അന്തരീക്ഷത്തിൽ പിന്നെ ദൂതന്മാർ നിൽക്കുന്നു, കന്നുകാലി വരെ ഉണ്ട് അവിടെ. എന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചോളൂ. അൾത്താര എന്തോന്ന്, എൻ്റെ വീട് തൊട്ടടുത്തൊരു വീട് പണിയുണ്ട്. അവർ അൾത്താരയ്ക്ക് മാത്രം ചിലവഴിച്ചിട്ട് ഒരു മുറിയുടെ പണിയുടെ കാശ തൊട്ടടുത്ത വീട്. വളരെ മനോഹരമാണ്. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനോപദേശങ്ങൾ അറിയില്ല എന്ന് നമ്മൾ പറഞ്ഞ് എപ്പോഴും ആക്ഷേപിക്കുന്ന കത്തോലിക്കൻ്റെ വീട്ടിൽ ചെന്നാൽ എന്തുണ്ട്? അൾത്താരയുണ്ട്. ഓക്കെ. അപ്പോൾ ഹിന്ദുവിൻ്റെ വീട്ടിൽ ചെന്നാൽ പൂജാമുറിയുണ്ട്, ഇവരെ വീട്ടിൽ ചെന്നാൽ അൾത്താരയുണ്ട്. ഈ ദൈവത്തെ പോക്കറ്റിലാക്കി കൊണ്ട് നടക്കുന്ന പെന്തിക്കോസുകാർ, നമ്മുടെ കാര്യം പറയും. നമ്മുടെ വീട്ടിൽ ചെന്നാൽ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടോ? പ്രാർത്ഥിക്കാനൊരു മുറിയുണ്ടോ? നമ്മൾ പറയും, പാഷ കിടക്കാനൊരു വീടുണ്ടോ എന്ന് ആദ്യം ചോദിക്കും, പിന്നെ വേണ്ടി പ്രാർത്ഥനയ്ക്ക് മുറി.
കിടക്കാൻ വീടില്ലാത്തവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, നിങ്ങളോടല്ല ഈ പറയുന്നത്. പക്ഷേ എത്ര വീട്ടിൽ ഞാൻ കിടക്കുന്ന ആളെന്നറിയാമോ? എത്ര വീട്ടിൽ 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. തിരുവല്ല ഒരു വീട്ടിൽ 35 സെൻറ്റ് സ്ഥലത്തിന് ചുറ്റും പട്ടിക്ക് ഓടി നടക്കാൻ ഒരു ഭാഗത്ത് ഭിത്തി ഇതുപോലെ ഇത്ര അകലത്തിന് വേറൊരു ഭിത്തിയാണ്, അര പ്രൈസ് കിട്ടിയിട്ട് ബാക്കി ഇരുമ്പഴി. പട്ടിക്ക് ഈ 35 സെൻറ്റ് സ്ഥലത്ത് ഓടി നടക്കാം, കുരയ്ക്കാൻ. ആ വീട്ടിലും എന്ത് മുറിയില്ല? പ്രാർത്ഥനാ മുറിയില്ല. ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ ഡൈനിങ് ടേബിൾ മാറ്റണം, കുടുംബയോഗം നടത്താൻ അത് മാറ്റണം, ഇത് മാറ്റണം. എന്തോ കഷ്ടം. നമ്മളെ ആളുകൾ വിളിക്കുന്ന പ്രാർത്ഥനക്കാരെന്നാണ്, പക്ഷേ വീട്ടിൽ ചെന്നാൽ പ്രാർത്ഥിക്കാൻ മുറിയില്ല. എനിക്ക് 35 വർഷം വീട് ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് പ്രസംഗിക്കുമായിരുന്നു, കർത്താവേ എനിക്ക് വീട് വേണമെന്ന് അന്നും വലിയ ആഗ്രഹമില്ല, ഇപ്പോഴും വലിയ ആഗ്രഹമൊന്നുമില്ല. ഞാൻ അതിലൊന്നും വലിയ വിശ്വസിച്ചു. കിട്ടിയ കാശിന് ഞാൻ കൊടുക്കുകയും ചെയ്യും ഇപ്പോഴും. അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു, എനിക്കൊരു വീടുണ്ടായാൽ ഞാൻ പ്രാർത്ഥനാ മുറി പണിതിട്ടേ അതിനകത്ത് കയറത്തുള്ളൂ. 3 വർഷം മുൻപ് ഒരു വീട് കർത്താവ് തന്നു. ഞാനൊരു പ്രാർത്ഥനാ മുറി പണിത്. എൻ്റെ വീട്ടിൽ ഏറ്റവും നല്ല മുറി അതാ. AC ഒക്കെ ഫിറ്റ് ചെയ്യാൻ, സീലൊക്കെ ചെയ്ത്, സ്പോട്ട് ലൈറ്റൊക്കെ ഇട്ട്, ഗ്ലാസ്സൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്ത് 298 സ്ക്വയർ ഫീറ്റുള്ള പ്രാർത്ഥനാ മുറിയാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും വലിപ്പമുള്ള മനോഹരമായത്. ഞാനല്ല അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കും, ഇപ്പോഴും എൻ്റെ ഭാര്യയെ പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങൾ ചിന്തിച്ചോളൂ, ഈ പ്രാർത്ഥനാ മുറി. പണ്ടൊരു അപ്പച്ചൻ പറഞ്ഞു, അല്ല വിദേശത്തുള്ള പിള്ളേർ പറഞ്ഞു, പാപ്പ ഇനി വീട്ടിൽ യോഗമേ നടത്തണ്ടെന്ന് പറഞ്ഞു. എല്ലാ കാര്യം ചോദിച്ചു. കാരണം ഈ ഡൈനിങ് ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടപ്പോൾ എൻ്റെ മൂല പൊട്ടിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു, ഇനി വീട്ടിൽ യോഗമേ നടത്തണ്ട. ഒന്ന് ചിന്തിച്ചു നോക്കി, വീട്ടിനകത്ത് ദൈവദാസന്മാർ കയറിയിട്ട് എത്ര കാലമായി? കൊറോണ കാലം പോട്ടെ. അതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് പറയുകയാണ്, വീട്ടിൽ പ്രാർത്ഥന ഇല്ലാത്തവർ, അവിടെ സൗകര്യമില്ലാത്തവരും അവിടെ പ്രതിബന്ധങ്ങളുള്ളവരും ഇവിടെ വന്ന് ആരാധിക്കുന്ന കുഴപ്പമില്ല. എന്നാൽ കുടുംബമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വീട്ടിനകത്തൊരു ആരാധന ഇല്ലെങ്കിൽ അത് വലിയ കഷ്ടമാണ്. അപ്പം വീട്ടിനകത്ത് ദൈവ സാന്നിധ്യം വേണ്ടേ? വീടിൻ്റെ മുറ്റത്തുള്ള മുറ്റം ചാണകം കൊണ്ട് മെഴുകുമ്പോൾ എൻ്റെ അമ്മായിയോട് നാട്ടിൽ വെച്ചു, വ്യാഴാഴ്ച കുടുംബയോഗം ഉണ്ടല്ലേ? അതെ, കുടുംബയോഗമുണ്ട്. 25 വർഷം ഞാൻ പാസ്സായിരുന്നു. ഞായറാഴ്ച ലേലം ചെയ്യും. അടുത്ത ബുധനാഴ്ച കുടുംബയോഗം മറിയാമ്മച്ചേടത്തിയുടെ വീട്ടിൽ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ മത്തായിച്ചേട്ടൻ പുള്ളി ഇങ്ങനെ തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വിളി പൊക്ക്, ഞാനിവിടെ ഉണ്ടാവില്ല പാസ്റ്റേ. പിന്നെ എവിടാ വെക്കുന്നത്? ലേലം ചെയ്യുക. 1 തരം, 2 തരം, 3 തരം സഭാഹാളിൽ. ആളുകളിലെ കുടുംബയോഗം എവിടാ? സഭാഹാളിൽ. ചില പാസ്റ്റർമാർക്ക് സഭാഹാളിൽ കുടുംബയോഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബാക്കി വരുന്ന പപ്സ് എല്ലാം പാസ്റ്റർ കൊടുത്തേച്ചു പോകും. ഇതെല്ലാം കൂടെ തള്ളിക്കയറ്റി വീട്ടിനകത്തോട്ട് വെച്ചിരിക്കുക. നിങ്ങൾക്കറിയാമോ, പണ്ട് കാലത്തൊക്കെ ഈ പെന്തിക്കോസ്തുകാരെല്ലാം യോഗം നടത്തുമ്പോഴേ വീട്ടിൽ സ്ഥലമില്ല. കട്ടിലൊക്കെ എടുത്ത് പുറത്തോട്ടിടും, ചെരിച്ചു വെക്കും, പായും തുണിയിലോട്ട് മൂടി വെക്കും. പണ്ടൊരു വീട്ടിൽ ഒരു പ്രവാചകൻ വരിക പ്രസംഗിക്കാൻ. ഒരബദ്ധവും പറ്റി പ്രവാചകന്. തമാശയാണോ നേരാണോ കേട്ട കഥ പറയുകയാണ്, നേരല്ലെങ്കിൽ വിട്ട് കളഞ്ഞേരും. അപ്പോൾ ഒരമ്മ ഒരു വലിയ കലം, അതിൻ്റെ മേളിൽ ചെറിയൊരു കലം, അതിൻ്റെ മേളിൽ ചെറിയൊരു കലം, അങ്ങനെ ഏറ്റവും ഒടുവിൽ ഒരു മൊന്ത, അത് കാമഴ്ത്തി വെച്ചിട്ട് വെള്ളത്തുണി ഇട്ട് വെച്ചേരും. അവിടെ ആ സഹോദരിമാരിയ്ക്കുന്നത്. പ്രസംഗമെല്ലാം കഴിഞ്ഞ് പുള്ളി ദൂത് പറഞ്ഞിങ്ങനെ വന്ന് ഈ മൊന്തയുടെ തലയിലും കൂടെ കൈവച്ച് ഏതാണ്ട് പറഞ്ഞിച്ച് പോയെന്നാണ് പറയുന്നത്. വെച്ചാൽ ഇതൊരു സ്ത്രീ ആയിരിക്കുന്ന പുള്ളിക്ക് തോന്നിയുണ്ട് പറഞ്ഞിച്ച് പോയി, തമാശയ്ക്ക് വിട്ട്. അത്രയും പരിതാപകരമായ അവസ്ഥയിലും കുടുംബത്തിൽ യോഗങ്ങൾ നടന്നിരുന്നു. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഊന്നി പറയുകയാണ്, ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. പ്രഭാത പ്രാർത്ഥനയില്ലാത്ത വീട്. ഞാൻ പറഞ്ഞാണ് ഒരിക്കൽ ഇവിടെ സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ ഞാൻ പാട്ടുപാടി. ഒരാൾ പാടുന്നില്ല. ആ വീട്ടിലെ പയ്യൻ എൻ്റെ തൊടയെ തോണ്ടിക്കൊണ്ട് വെച്ച്, അങ്കിൾ ഇത് പുതിയ പാട്ടാണോ എന്ന്. ഏത് പാട്ട്? സൗന്ദര്യത്തിൻ പണ്ടുള്ള പാട്ടാണ്.
അതുകൊണ്ട് തീർത്ത് പറയാണ് ഞാൻ, രേഖകൾ നമുക്കെതിരാകുന്ന ഒരു കാലം വരും. രേഖകൾ നമുക്കെതിരാകുന്ന ഒരു കാലം വരും. ആ സമയത്തും ആ ദൈവത്തെ അതുപോലെ ആരാധിക്കുവാൻ വീട്ടിനകത്ത് ദൈവത്തെ വിളിച്ചു വരുത്തത്തക്ക നിലവാരത്തിൽ ആത്മീകതയിൽ മുന്നേറിയവർക്ക് മാത്രമേ ഇനിയുള്ള കാലങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളെന്നാണ് ഈ പറഞ്ഞതിന്റെ സാരാംശം. ദാനിയേൽ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലെന്താ കുഴപ്പം? അവിടെ ആരാധിക്കാമല്ലോ. 21 കഴിയുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, അയ്യോ ആലയം വിട്ട് പോണോന്നില്ല വീട്ടിലോട്ട്. എന്നാ കുഴപ്പം? വീട്ടിൽ ചെന്ന ഇതുപോലത്തെ ആത്മീയം ഇല്ലാത്തത് കൊണ്ട്. രേഖ എഴുതിയവൻ രാജാവാണ്, അത് രാജധാനിയാണ്. പക്ഷേ രാജാവിന്റെ മുദ്രമോദത്തിന് കെട്ടടിക്കുവാൻ കഴിയുന്ന രാജാതിരാജാവും കർത്താതി കർത്താവും ദൈവാതി ദൈവവും ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥന മുറിക്കകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദാനിയേലുമാർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീടുകളിൽ അരണികടഞ്ഞക്തി പുറത്തു വരുന്ന പോലെ ആത്മീകത്തിന്റെ അലയൊലികൾ ഉയർന്നു വരട്ടെ. കുടുംബത്തിനകത്ത് യാഗപീഠം ഉയരട്ടെ, ദൈവത്തിന്റെ സ്തുതി ഉയരട്ടെ. വീട്ടിനകത്ത് ദൈവം മഹത്വം വെളിപ്പെടുന്ന കാലങ്ങളായി ഈ കാലങ്ങൾ ദൈവം തമ്പുരാൻ മാറ്റിയെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Praise the Lord. അവൻ വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. നമ്മുടെ വീടുകൾ ദൈവത്തെ സ്തുതിക്കുന്ന ആലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറട്ടെ. രണ്ടാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. എന്താണ്? പ്രാർത്ഥനയുടെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്താണ് ഈ കിളിവാതിൽ തുറക്കുക? കിളിവാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്യം നോക്കിക്കേ. ദാനിയേൽ 6:10 രേഖ എഴുതിയിരിക്കുന്ന കണ്ടപ്പോൾ ദാനിയേൽ വിളിക്കുന്നു. ഓ എത്ര മനോഹരമാണ്. എങ്ങോട്ടേക്ക് ആൻറ്റി തുറന്നത്? എങ്ങോട്ടേക്ക് തുറന്നു? യെരുശലേമിന് നേരെ തുറന്നു. അതിൻ്റെ അർത്ഥം വല്ലതും അറിയാമോ? 1 രാജാക്കന്മാർ 8-ാം അധ്യായം 46 മുതൽ വായിക്കുമ്പോൾ 4 പതിറ്റാണ്ടുകൾ കൊണ്ട് യെരുശലേം ആലയം പണിത ശേഷം ശലോമോൻ ആലയത്തിൽ മുട്ടുമടക്കി ഇങ്ങനെ കൈകൾ മലർത്തി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. യഹോവേ, ഞങ്ങളുടെ പിതാക്കന്മാരെങ്ങാനും നിന്നോട് പാപം ചെയ്താൽ നീ അവരെ അന്യദേശത്തേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോകും. അവരെങ്ങാനും അവിടെ കിടന്നുകൊണ്ട് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് നോക്കി അവർ പ്രാർത്ഥിച്ചാൽ, അവരെവിടെയാണോ കിടക്കുന്നത് അവിടെ നീ അവർക്ക് മഞ്ഞും മഴയും അയക്കണം. അവിടെയുള്ള രാജാക്കന്മാരോട് നീ ഇടപെടണം. അവരെ ഈ ദേശത്തേക്ക് മടക്കി കൊണ്ടുവരണം. ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആലയം പുക കൊണ്ട് നിറഞ്ഞു. അർത്ഥം, ശലോമോന്റെ പ്രാർത്ഥനയും അംഗീകരിച്ചു. അവൻ മുഴങ്കാലിൽ നിന്ന് എഴുന്നേറ്റു, കൈകൾ മടക്കി. ഇന്ന് പകൽ ദൈവമക്കോട് പറയട്ടെ, 4600 പേരെ പിടിച്ചുകൊണ്ടുപോയപ്പോഴും അവർക്കൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. എന്നാണ് വാഗ്ദത്തം? എവിടെ ഞങ്ങളെ പിടിച്ചോണ്ട് പോയാലും അവിടെ കിടന്നുകൊണ്ട് ഞങ്ങൾ പണിത ആലയത്തിലേക്ക് നോക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ നീ ഞങ്ങൾക്കൊരു വിടുതൽ നൽകുമെന്ന് വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തങ്ങൾക്ക് നേരെയാണ് അവൻ വാതിൽ തുറന്നത്. 2022 നമ്മൾ ജീവിച്ചിരിക്കുന്നതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? കൊറോണ നമ്മെ മരണത്തിന്റെ പുതപ്പ് മൂടാതിരിക്കുന്ന കാര്യം എന്നാണെന്നറിയാമോ? 2022 ഞാനും നിങ്ങളും ജീവിച്ചിരുന്ന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ചിലത് കൂടെ നിവർത്തിക്കുവാൻ ഉണ്ട് എന്ന് തമ്പുരാന് തോന്നിയത് കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. ആ വാഗ്ദത്തങ്ങൾക്ക് നേരെ വാതിൽ അടയ്ക്കരുത് എന്ന് പകൽ. വാഗ്ദത്തങ്ങൾക്ക് നേരെ വാതിൽ അടയ്ക്കരുത് പറഞ്ഞിട്ട് എത്ര കാലമായി എണ്ണണ്ട. ആരോടും പറയാതെ നിന്റെ ചെവിയിൽ ദൈവം പറഞ്ഞത്, പ്രവാചകന്മാരിൽ കൂടെ പ്രഭാഷകരിൽ കൂടെ നിന്നോട് ദൈവം പറഞ്ഞത്, ദൈവവചനം വായിച്ചപ്പോൾ വരികൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന വചനങ്ങൾ പൊന്തി വന്ന് നിന്റെ അകത്തളത്തിൽ ഒരു ദൂതായി പറഞ്ഞത്,
കാലമെത്ര കഴിഞ്ഞാലും നിന്റെ മനസ്സിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും മറവിയുടെ മാറാപ്പിൽ നീ കെട്ടിവെച്ചാലും പറഞ്ഞവൻ ദൈവമാണെങ്കിൽ, വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്. പ്രാർത്ഥനയുടെ കിളിവാതിൽ അടയ്ക്കാത്ത ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കുന്ന 2022 ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 75-ാമത്തെ വർഷമാണ് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത്. 99-ാമത്തെ വയസ്സിലാണ് കൂടാരവാതിക്കൽ ദൂതന്മാർ നിവൃത്തിയുമായി വന്നത്. അഭിമുഖമായി കണ്ടാരാധിച്ച അബ്രഹാമിന് 24 വർഷം കഴിഞ്ഞപ്പോഴും ആ മറുപടി ദൈവം ചെയ്തെങ്കിൽ 80-ാമത്തെ വയസ്സിലും 40-ാമത്തെ വയസ്സിലുമൊക്കെ മോശയോട് ഇടപെടുവാൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് കഴിയുമെങ്കിൽ 12 വർഷം കഴിഞ്ഞവളെ വിടുവിക്കുവാൻ സൗഖ്യദായകന്റെ വാഗ്ദത്തത്തിന് കഴിയുമെങ്കിൽ 38 വർഷം കഴിഞ്ഞവനെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന്റെ പഴക്കമൊന്നും ഇന്ന് പകൽക്കാലം വിഷയമല്ല. പറഞ്ഞവൻ ദൈവം തമ്പുരാനാണെങ്കിൽ നീ മരിക്കുന്നതിന് മുൻപ് നിനക്ക് വേണ്ടി സമയമാം രഥത്തിൽ എന്ന് പാടുന്നതിന് മുൻപ് വാക്ക് പറഞ്ഞവൻ അത് പാലിച്ചിരിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ബലത്തിന് വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിനായി എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയോ. തുറന്നു കിടക്കട്ടെ എങ്കിലേ വാതിൽ, അടയ്ക്കരുത്, മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. വാതിൽ തുറന്നു കിടക്കട്ടെ. ഒന്നുകൂടെ പറഞ്ഞു തന്നു. 3 പേരുടെ മുൻപിൽ വാതിൽ അടയുകയില്ല. അടയുകയില്ല മീൻസ് വാതിലിൻ്റെ കുറ്റി, കൊളുത്ത്, സാക്ഷ, പൂട്ട്, താഴ്, താക്കോൽ, ഈ സാധനങ്ങൾ 3 പേരെ കണ്ടാൽ തുറന്നു പോകും. സ്തോത്രം. ആരെയൊക്കെ കണ്ടാൽ? 1, കർത്താവായ യേശുവിനെ കണ്ടാൽ ഏത് പൂട്ടും തുറക്കും. മരണത്തിൻ്റെ പൂട്ട് വരെ യേശു 3-ാം ദിവസം തുറന്നു. അതൊരു തിയോളജിയാണ്, അദ്ദേഹം വിശദീകരിക്കുന്നില്ല. മറ്റൊരു ഭാഗത്തേക്ക് വരാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എവിടെ പ്രത്യക്ഷനായെന്നറിയാമോ? ശിഷ്യന്മാർ കതക് അടച്ചിരിക്കുമ്പോൾ അവൻ അവർക്ക് നടുവിൽ പ്രത്യക്ഷനായി. 2 പ്രാവശ്യമുണ്ടത്. അപ്പം കതകെന്തി? അതവിടെ കിടന്നോട്ടെ. പൂട്ടെന്തി? അതവിടെ കിടന്നോട്ടെ. താഴും താക്കോലും അതവിടെ കിടന്നോട്ടെ. അതൊന്നും യേശുവിന് പ്രശ്നമല്ല. യേശുവിനെതിരെ ഭവനങ്ങൾ അടച്ചിട്ടുണ്ട്, യേശുവിനെതിരെ രാജ്യങ്ങൾ പൂട്ടിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം യേശു തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി, ഇന്ന് പകൽ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ വാതിൽ അടച്ചിട്ട് കാര്യമില്ല. അവൻ അതിനെ തുറക്കും, തുറന്നിരിക്കും. 2, ദൂതന്മാരുടെ മുൻപിൽ വാതിലടച്ചിട്ട് കാര്യമില്ല, അവരും തുറക്കും. ചുമ്മാ പൂട്ടാന്ന് മാത്രമേ ഉള്ളൂ. സിംഹത്തിൻ്റെ ഗുഹയിൽ ദാനിയേലിനെ ഇട്ടു. നേരം വെളുത്തപ്പോൾ രാജാവ് വന്ന് ചോദിക്കുന്ന രംഗമുണ്ട്. ദാനിയേലേ, നീ സേവിക്കുന്ന ദൈവം നിന്നെ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് വിടുവിച്ചു. ദാനിയേലിൻ്റെ മറുപടി, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ വന്നു. അടുത്ത വാക്ക്, സിംഹത്തിൻ്റെ വായ എങ്ങനെ അടച്ചു? ഇരുമ്പഴികൾക്കുള്ളിൽ നിന്നുകൊണ്ട് 4 മീറ്റർ ദൂരെ മാറി നിന്ന് മാങ്ങാ പറിക്കുന്ന തൊട്ടിക്കോല് കൊണ്ട് സിംഹം എന്തോ കാര്യത്തിന് വാ തുറന്നപ്പോൾ കുത്തി അടച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ദൂതൻ സിംഹത്തിന് കിടക്കുന്ന മുറിക്കകത്ത് വന്നെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ പൂട്ടോ അതവിടെ കിടന്നോട്ടെ. ദൂതന് സിംഹമൊന്നും വിഷയമല്ല മക്കളെ. തെളിവ്, 2 പടയാളികൾക്ക് നടുവിൽ കിടന്നുറങ്ങുന്ന പത്രോസിൻ്റെ കയ്യിൽ ദൂതൻ പിടിച്ചു. 1-ാമത്തെ കാവൽ കടന്നു, 2-ാമത്തെ കാവൽ കിടന്നു, 3-ാമത്തേത് പട്ടണവാതില. അവിടെ എത്തിയപ്പോൾ ഇരുമ്പ് ഗേറ്റ് സ്വതവേ തുറന്നു. ആരെ കണ്ടപ്പോൾ? ഉറക്കം തൂങ്ങി പിച്ച വെച്ച് നടക്കുന്ന പത്രോച്ചായനെ കണ്ടപ്പോഴല്ല. ഉറയിൽ കിടക്കുന്ന വാളൂരിയാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് 1,80,000 പേരെ ഒറ്റ വെട്ടിന് വീഴ്ത്താൻ കഴിയും ദൂതനെ കണ്ടപ്പം പൂട്ട് തെറിച്ചുപോയി. ഇന്ന് പകൽ
ഈ ആരാധിക്കുന്നവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ദൂതനാണെന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ, ഇതുവരെ തുറക്കാത്ത ഇരുമ്പിൻ്റെ ഗേറ്റുകൾ, ഇതുവരെ തുറന്നു വരാത്ത ചില മേഖലകൾ, ഇതുവരെ ദൈവജനത്തിനെതിരായി അടയ്ക്കപ്പെട്ട ചില വാതിലുകൾ, നിനക്കെതിരെ ഗർജിക്കുന്ന സിംഹത്തിന്റെ വായ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അടയ്ക്കുവാൻ തുറക്കുവാനും കഴിയുന്നൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. കർത്താവിന്റെ മുൻപാകെ വാതിലടച്ചിട്ട് കാര്യമില്ല മക്കളെ, അവൻ അത് തുറക്കും. ദൂതന്റെ മുൻപിൽ വാതിലടച്ചിട്ട് കാര്യമില്ല, അവനും അതിനെ തുറക്കും. രണ്ടും പറഞ്ഞിട്ടും മതി വരാത്തവരുണ്ടെങ്കിൽ, രണ്ടും പറഞ്ഞിട്ടും കൈയടിക്കാത്തവരുണ്ടെങ്കിൽ, രണ്ടും പറഞ്ഞിട്ടും സ്വത്രം പറയാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്കുള്ളതാണ് മൂന്നാമത്തെ ദൂത്. കുറ്റിക്കകത്ത് പുട്ടുപുഴുങ്ങിയതുപോലെ ഇരിക്കരുത്, കുത്തി മുറത്തിനകത്തോട്ടിടണം. 15ാമത്തെ പകലാണ്, ദൂതേറ്റെടുക്കുക. കർത്താവിൻ്റെ മുമ്പിൽ വാതിലടച്ചിട്ട് കാര്യമില്ല, തുറക്കും. ദൂതൻ്റെ മുമ്പിൽ വാതിലടഞ്ഞു കിടക്കുകയില്ല, തുറക്കും. 3, ആരാധിക്കുന്നവൻ്റെ മുമ്പിൽ നേരും ചൊവ്വുമായി ആരാധിക്കുന്നവൻ്റെ മുൻപിൽ വാതിൽ അടച്ചിട്ട് കാര്യമില്ല മക്കളെ, അവനത് ആരാധിച്ചതിൻ്റെ പൂട്ട് പൊളിക്കും. എത്ര തെളിവ് വേണം ദൈവവചനത്തിൽ! ശൗലിനെയും ശീലാസിനെയും കൂടെ റോമൻ കാരാഗ്രഹത്തിനകത്തിട്ടു, കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടിയച്ചും പാവത്തങ്ങൾക്കറിയത്തില്ലല്ലോ, അവരെ പൂട്ടാൻ മറന്നുപോയി, ടേപ്പ് വെച്ച് ഒട്ടിക്കാൻ മറന്നുപോയി. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും കൂടെ ദൈവത്തെ ആരാധിച്ചപ്പോൾ സംഭവിച്ചെന്നറിയാമോ? കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, റോമൻ കാരാഗ്രഹത്തിൻ്റെ പൂട്ട് പൊളിഞ്ഞു. ഗോദ്രേജിന്റെ പൂട്ട് മാത്രമല്ല പൊളിഞ്ഞത്, കാരാഗ്രഹ പ്രമാണിയുടെ ഹൃദയത്തിന്റെ പൂട്ട് തകർക്കുവാൻ അവൻ ഇരിക്കുന്ന കസേരയ്ക്ക് കുലുക്കം തട്ടേണ്ടതിന് കാരാഗ്രഹത്തിന്റെ അടിത്തറ വരെ കുലുക്കിയത് JCB കൊണ്ട് വന്നിട്ടല്ല, 2 കൈകൾ കൊണ്ട് അടിച്ചിട്ടുമല്ല, കാലുകൊണ്ട് നൃത്തം ചവിട്ടിയിട്ടുമല്ല. ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ, അകത്തളത്തിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ഹൃദയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഗോദ്രേജിന്റെ പൂട്ടുകൾ തകർക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇന്ന് പകൽ ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദേശത്തെ പിടിച്ചു കുലുക്കുവാൻ, നിനക്കെതിരെ പൂട്ടിയിട്ട ഗോദ്രേജിന്റെ പൂട്ടുകൾ തകർക്കുവാൻ, ശത്രു കെട്ടിയ ബന്ധനങ്ങൾ തകർക്കുവാൻ ഈ പകൽ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഒരല്പസമയം കരങ്ങൾ ചേർത്തടിച്ചോ ഇന്ന് പകൽ ഈ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്തിയ ദൈവമക്കളെ, കരങ്ങളൊന്ന് ചേർത്തടിച്ച്, നിങ്ങൾ കരങ്ങൾ ചേർത്തടിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഇതുവരെ തുറയപ്പെടാത്ത മേഖലകൾ, ഇതുവരെ തുറന്നു വരാത്ത ചില മേഖലകൾ, ഇതുവരെ പൊട്ടിമാറാത്ത ചില കെണികൾ, ഇതുവരെ വഴുതി പോകാത്ത ചില സംഭവങ്ങൾ, ഇതുവരെ തുറന്നു വരാത്ത ചില സംഭവങ്ങൾ ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 2 കരങ്ങൾ ചേർത്തടിക്കുന്ന സമയത്ത് ചില പൂട്ടുകൾ പൊട്ടി മാറുകയാണെന്ന് വിശ്വസിക്കുന്നവർക്കായി എന്റെ ദൈവത്തിന് സ്തോത്രം. ആരാധിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ പൂട്ട് മാത്രമല്ല പൊട്ടുന്നത്, കേട്ടോ, അങ്ങനൊന്നുമല്ല, പല പൂട്ടും പൊട്ടി മാറും. സ്തോത്രം. പ്രകൃതി ശക്തിയിൽപ്പെട്ട സംഭവങ്ങളുണ്ട്. പ്രകൃതി ശക്തി, പഞ്ചഭൂതങ്ങൾ, കാറ്റ് അല്ലേ, തീയ്, കടല്, വെള്ളം, ഇതൊക്കെ അതിനകത്ത് പെട്ടതാ അല്ലേ? ആണ്. നിങ്ങളത് കൊണ്ടോ? ചെങ്കടൽ എനിക്കറിഞ്ഞുകൂടാ. 2.5 കിലോമീറ്റർ ആഴമൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇതിലൂടെ ഒരു കാറ്റ് വരികയാണെങ്കിൽ 55 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ കാറ്റ് വരുമ്പോൾ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. കടലിൽ പോകുന്നവർ ശ്രദ്ധിക്കണം, ഫൈബർ വള്ളങ്ങൾ മറിയാൻ സാധ്യതയുണ്ട്. 110 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ ഇലക്കോടുകൂടെ കാറ്റ് പോയാൽ ഇവിടെയൊന്നും കാണുകയില്ല. സുനാമി 250 മൈൽ സ്പീഡിലാണ് വരുന്നത്. 100-300 മൈൽ സ്പീഡിൽ കൂടുതൽ കാറ്റ് ഈ പ്രദേശത്തൂടെ പോയാൽ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടവും പോവും, ഇതും പോവും. ഇതൊന്നും പോകാൻ അധികം നേരമൊന്നും വേണ്ട, ഒക്കെ പോവും. പക്ഷേ ഇവിടെ
കുത്തിയിരിക്കുന്ന കിണറ്റിലെ വെള്ളം അവിടെ കിടക്കും. 10 കോൽ വെള്ളം അവിടെ കിടക്കും. അതിനെ പൊക്കാനൊന്നും ഈ കാറ്റിന് അത്ര പറ്റത്തില്ല. അപ്പം 2.5 കിലോമീറ്റർ ആഴമുണ്ടെങ്കിൽ, എനിക്കറിഞ്ഞുകൂടാ, ഉണ്ടെങ്കിൽ അങ്ങനെയാ പറയത്തുള്ളൂ. ആ 2.5 കിലോമീറ്റർ ആഴത്തിൽ കിടക്കുന്ന വഴി തെളിയാൻ, ചെങ്കടൽ മാറാൻ എന്താ സംഭവിച്ചെന്നറിയാം? യഹോവയുടെ മൂക്കിലെ ശ്വാസം. അത്രയേ ഉള്ളൂ, മൂക്കിലെ ശ്വാസം. അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടികളെ കണ്ടോ നിങ്ങൾ? ഏറെ പ്രായമായെങ്കിലും ഒരു വടി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന മോശ. തൊട്ടുപിറകെ ഒറ്റ രാത്രി കൊണ്ട് പൂത്ത് തളിർത്ത ബദാം വൃക്ഷം കായ്ക്കുവാൻ കഴിയുന്ന അഹരോൻ. തൊട്ടുപിറകെ കടന്നിട്ട് വേണം ആത്മാവിൽ നൃത്തം ചവിട്ടി ആരാധിക്കാൻ തപ്പെടുത്തു നിൽക്കുന്ന മിരിയാം. തൊട്ടുപിറകെ സ്തുതിക്കുന്ന യഹൂദാ ഗോത്രങ്ങൾ. ഇത് കണ്ടപ്പോൾ ചെങ്കടൽ പോലും പറഞ്ഞു, പ്രകൃതി ശക്തി പോലും പറഞ്ഞു, മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്നവർ വരുന്നുണ്ട്, ഇനി പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. വഴിമാറി കൊടുത്തോ, ഇല്ലെങ്കിൽ അവൻ വടി നീട്ടും. അതിനേക്കാൾ മുൻപ് വഴിമാറാൻ അവർ പോലും ആവശ്യപ്പെട്ടെങ്കിൽ, അവർ പോലും അങ്ങനെ മാറിയെങ്കിൽ, വടി നീട്ടിയപ്പോൾ അവർ മാറിയെങ്കിൽ, ഇന്ന് പകൽ നമ്മുടെ സ്തുതിക്കും നമ്മുടെ സ്തോത്രത്തിനും നമ്മുടെ ആരാധനയ്ക്കും ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് നാളുകളായി മുൻപോട്ട് വിടാതെ വണ്ണം നിങ്ങളെ അടച്ചു ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഈ പ്രകൃതി ശക്തികൾക്ക് വരെ ഇന്ന് പകൽ ഒരു തുറയപ്പെടൽ, ഒരു പുതുവഴി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ കിളിവാതിൽ തുറന്ന് കിടക്കട്ടെ. ഞാനൊരല്പസമയം ദൈവത്തെ ആരാധിക്കുവാനായി വേർതിരിക്കുകയാണ്. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്നാട്ടെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ പ്രിയപ്പെട്ടവരെ. ബാക്കി നമുക്ക് പിന്നെ ചിന്തിക്കും. ഇന്ന് രാത്രി സമയമുണ്ടല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്താണ് ആരാധന? ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് ആരാധന. എന്താണ്? ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് ആരാധന. അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് സ്തുതിയും ആരാധനയും. സൃഷ്ടിതാവിൻ്റെ മുൻപിൽ സൃഷ്ടി നടത്തുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. നല്ലൊരു സോഡ കുടിച്ചിട്ട് കൊമളേ പൊങ്ങി വാ പറയേണ്ട വല്ല കാര്യമുണ്ടോ? നല്ലൊരു കൊക്കോക്കോളയും പെപ്സിയും കൂടി വേണ്ട, അത് പൊങ്ങി വന്നോളും. കുടിച്ച സാധനം ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അത് പൊങ്ങി വന്നോളും. ഇതിനകത്തിരിക്കുന്ന ഒരാളോടും സ്തുതിക്കാൻ പറയാതെ തന്നെ സ്തുതിച്ചാൽ ഇരികു ഇടിയും എന്ന് മനസ്സിലാക്കിയവർ, സ്തുതിച്ചാൽ പലതും തകരും എന്ന് മനസ്സിലാക്കിയവർ, ഇന്ന് പകൽ ഞാൻ ഇവിടെ പറഞ്ഞവസാനിപ്പിക്കുന്ന കിളിവാതിലുകൾ തുറന്നു കിടക്കട്ടെ, വാതിലുകൾ തുറന്നു കിടക്കട്ടെ, വാതിലുകൾ തുറന്നു കിടക്കട്ടെ. എന്ന് പറയുമ്പോൾ ഇതുവരെ തുറക്കാത്ത ചെവിയും നാവിൻ്റെയും കെട്ടടിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽ ഈ അടിക്കുന്ന കൈയുണ്ടല്ലോ, ഇത് കേവലം ഒരു ചെറിയ ശബ്ദമല്ല പ്രിയപ്പെട്ടവരെ. കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന, ദേശത്തിനകത്ത് വ്യാപരിക്കുന്ന, മുന്നോട്ട് വിടാതെ വ്യാപരിക്കുന്ന പല ബന്ധനങ്ങളെയും നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ നാളുകളായിരിക്കുന്നെങ്കിൽ ഇന്ന് ആരാധിക്കുന്ന ആരാധനയിൽ അതിന്റെ ബന്ധനങ്ങൾ പൊട്ടിമാറുമെന്ന് വിശ്വസിക്കുന്നവർ ഒരല്പസമയം കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിക്കട്ടെ. ശക്തിയോടെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും നല്ല സൗണ്ട് ബോക്സാ നമ്മുടെ ഉള്ളംകൈ, ഏറ്റവും നല്ല ശബ്ദമാ നമ്മുടെ നാവ്. 450 മാംസപേശികൾ ചലിക്കാതെ ഒരു വാക്ക് പോലും പുറത്തു വരത്തില്ല. 2 വർഷം നമ്മളെ മരിക്കാതെ ജീവനോടെ ഇരുത്തി 450 മാംസപേശികൾ ചലിപ്പിച്ചുകൊണ്ട് ഈ ദൈവത്തെ സ്തുതിപ്പിക്കുവാൻ ദൈവം നമുക്കിടയാക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ വഴിമാറാത്ത പലതും ഇന്ന് പകൽ വഴിമാറിക്കൊണ്ടിരിക്കുകയാ. ഇതുവരെ പൊട്ടി വെള്ളം വരാത്ത പാറക്കെട്ടുകൾ ഇന്ന് പകൽക്കാലം പൊട്ടി മാറുകയാണ്. ആരാധിക്കുന്നതിന് മുമ്പിൽ അതേ എരികോ കോട്ടകൾ ഇടിഞ്ഞു മാറുമെങ്കിൽ, ആരാധിക്കുന്നവന്റെ മുൻപിൽ കാരാഗ്രഹത്തിന്റെ ചങ്ങലകൾ പൊളിഞ്ഞു വീഴുമെങ്കിൽ, ആരാധിക്കുന്നവന്റെ മുൻപിൽ, ദൂതന്റെ മുൻപിൽ, യേശുവിന്റെ മുൻപിൽ ഇന്ന് പകൽ ചില മേഖലകൾ തുറക്കപ്പെടുമെങ്കിൽ
ശക്തിയോടെ ഒന്ന് ആരാധിച്ച ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. 15ാമത്തെ പകൽക്കാലമാ. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അങ്ങകലെ ദൂരെ നിന്നുകൊണ്ട് കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ രാജാക്കന്മാരുടെ മനസ്സുകളെ യഹോവ ഉണർത്തിയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചില മേഖലകളെ ദൈവം ചലിപ്പിക്കുന്ന പകലാണ്.